സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നാഥ, സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവെ, ഈ സൂം പ്ലാറ്റ്ഫോം വഴിയായി ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുസന്നിധാനത്തിലേക്ക് കടന്നു വരുവാനായി അവിടുന്ന് ഒരുക്കിയ നല്ല ഈ അവസരത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു നാഥ, സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ കോട്ടയും ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായിരിക്കയാൽ നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കി ഞങ്ങൾ അടുത്തു വരുന്നു കർത്താവെ. ഞങ്ങൾ അല്പസമയം അവിടുത്തെ തിരുസന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവെ, അവിടുത്തെ ആരാധിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ ബലം, അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ മഹിമ ഞങ്ങൾ അറിയുവാൻ കർത്താവ് സഹായിക്കണം. ഞങ്ങൾ പലയിടങ്ങളിലായിരിക്കുന്നു എങ്കിലും കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വർഷിപ്പ് ലീഡ് ചെയ്യുവാനായി ബ്രദർ ബെന്നിയെയും ഫാമിലിയെയും കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവരെ ആത്മാവിൽ നിറഞ്ഞ് പാടുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകും. ലൈനിലായിരിക്കുന്ന എല്ലാവരെയും തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കൂടി വരുവാനുള്ളവർ തക്ക സമയത്ത് ജോയിൻ ചെയ്യുവാൻ കർത്താവ് സഹായിക്കണം. കൃപയിൽ മറച്ചാട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേട്ടുത്തരമരുളുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവിൻ്റെ വലിയ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. നമ്മൾക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ഈ എഡിസൺ പ്രയർ ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിയ വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾക്ക് അല്പസമയം ഗാനങ്ങൾ പാടി കർത്താവിനെ ആരാധിക്കാം. കർത്താവിനെ ആരാധിക്കുവാൻ ഉള്ള ഒരു മാർഗമാണ് ഗാനങ്ങൾ എന്നുള്ളത്. നമ്മൾ അത് ധ്യാനിച്ച് അവർ പാടുമ്പോൾ അവരോട് ചേർന്ന് അറിയാവുന്ന പാട്ടുകളാണെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്ത് പാടുക. ബ്രദർ ബെന്നി ആൻഡ് ഫാമിലി. താങ്ക് യു ബ്രദറെ. പ്രൈസ് ദി ലോർഡ്. എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ദൈവം ഓരോരുത്തരെയും ഇന്ന് ശക്തിയായി അനുഗ്രഹിക്കട്ടെ. ഹൃദയത്തിൻ്റെ ഉൾഭൂവുകളെ ആരാഞ്ഞറിയുന്ന ദൈവം നമ്മുടെ ദൈവമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ആവശ്യങ്ങളെ, വിഷമങ്ങളെ അറിയുന്ന ദൈവമാണ്. ആ കർത്താവ് നമുക്ക് സന്തോഷവും ആശ്വാസവും വിടുതലും പ്രത്യാശയും ഇന്ന് നമുക്ക് നൽകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കടന്നു വരാൻ നമ്മുടെ കർത്താവിനെ നമുക്ക് ഉയർത്താം. അവിടുത്തെ അനുഗ്രഹങ്ങളെ നമുക്ക് പ്രാപിക്കാം. സങ്കീർത്തനം 43:5 പറയുന്നുണ്ട്, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് അവിടുത്തെ ഉയർത്താം. അവിടുത്തേക്ക് പൂർണ്ണ മഹത്വം കരയട്ടെ. ഗ്ലോറി ടു ഗോഡ്. Then sings my soul, my Savior.
ഹല്ലേലൂയ. അങ്ങയെ സ്തുതിക്കുവാൻ, ഗ്ലോറി ടു ഗോഡ്. ഓ, നമ്മളെ കൃപ ചെയ്തതിനായി നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ആ യേശു തൻ്റെ മുഴുജീവനെ നമുക്ക് തന്നു. ഹല്ലേലൂയ. 1000 വാക്കുകൾ പോരാ, 10,000 വാക്കുകൾ പോരാ. അവിടുന്ന് പൂർണ്ണമായി ഹാലെന്ന് തൻ്റെ രക്തത്തെ നമുക്ക് വേണ്ടി വിറ്റി തന്നു. നമ്മുടെ പാപത്തെ ഏറ്റുകൊണ്ട് നമ്മുടെ ശാപത്തെ മാറ്റുവാൻ, നമ്മുടെ പാപങ്ങളെ മാറ്റുവാൻ, നമ്മുടെ രോഗങ്ങളെ മാറ്റി നമുക്ക് സൗഖ്യം നൽകുവാൻ. ഗ്ലോറി ടു ഗോഡ്. ആ കർത്താവിനെ നമുക്ക് ഒന്നിച്ചു ചേർന്ന് ഹല്ലേലൂയ അവിടുത്തെ ഉയർത്താം. അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് വർണ്ണിക്കാം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. എത്രയോ ശ്രേഷ്ഠമാ തൻ കരുതൽ
നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന കൃപ, ആ ബലം, ഹല്ലേലൂയ, ആ കർത്താവിനെ നമുക്ക് പിന്നെയും ഹല്ലേലൂയ ഉയർത്താം. എന്നെ അറിയുവാൻ, എന്നെ നടത്തുവാൻ മതിയായ ദൈവം നമ്മുടെ കൂടെ എന്നുമുണ്ട്. ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ഓരോ തേങ്ങലിനെയും ഓരോ നെടുവീർപ്പിനെയും ആരാഞ്ഞറിയുന്ന ദൈവം, ആ ഇടയനായ കർത്താവ് നമ്മെ കരം പിടിച്ച് ഓരോ ദിനവും നടത്തുവാൻ മതിയായവനെന്ന് നനച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആ ഇടയനെ ഉയർത്താം. ഗ്ലോറി ടു ഗോഡ്. എന്നെ അറിയാൻ, എന്നെ നടത്താൻ മതിയായവനാ ദൈവമേ എന്ന ഗാനം പാടി അവിടുത്തെ ഉയർത്താം. ഗ്ലോറി ടു ഗോഡ്. എന്റെ കൂടെ ഇമ്മാനുവലായ യേശു ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. ദൈവമക്കളെ, നാം എന്തിനു ഭയപ്പെടണം? ഹല്ലേലൂയ. ആ കർത്താവിനെ ശക്തിയോടെ ആരാധിച്ചുയർത്തുവാൻ ദൈവം കൃപ ചെയ്തതിനായി നമുക്ക് നന്ദി പറയാം. വീണ്ടും അവിടുത്തെ പദാന്തികത്തിൽ താണിരിക്കാം. തുടർന്ന് നടക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾ, ദൈവവചന പ്രഘോഷണമെല്ലാം ദൈവം ഹല്ലേലൂയ ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെ കാൽവരിയുടെ മറവിൽ മറക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടത് വിളമ്പി തരുവാൻ, അത് പ്രത്യാശയായി ശക്തിയായി സൗഖ്യമായി തരുവാനിടയായി തീരട്ടെ. ആമേൻ, ആമേൻ. ദൈവം സമർത്ഥമായ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു ബെന്നി ബ്രദറെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പാട്ടുകൾ എപ്പോഴും നമ്മളുടെ ആത്മീക ജീവിതത്തിന് വളരെ ബലം നൽകുന്ന പാട്ടുകളാണ്. പാട്ട് അവസാനം പാടിയ പാട്ട് ബിയോണ്ട് യുവർ സർക്കംസ്റ്റാൻസസ്, ത്രൂ യുവർ സർക്കംസ്റ്റാൻസസ് ആൻഡ് ഇൻ യുവർ സർക്കംസ്റ്റാൻസസ്.
ഗോഡ് ഈസ് ഇനഫ്. നമ്മളുടെ സാഹചര്യങ്ങൾക്ക് അതീതമായി, അതിനപ്പുറമായി, അതിൽ കൂടെയും എല്ലാ നാളിലും നമ്മോട് ഇരിക്കുന്ന ദൈവം, ആ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ജീവനുള്ളവരുടെ ദേശത്ത് നമ്മളെ ഓരോരുത്തരെയും ദൈവം ഒരു ദിവസം കൂടെ പരിപാലിച്ച് നടത്തിയ ദയക്കായി നമ്മൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അല്പസമയം പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കാം. പ്രാർത്ഥനകളെ കേൾക്കുന്ന ദൈവം പ്രാർത്ഥനകൾക്ക് തക്ക സമയം തൻ്റെ ഹിതപ്രകാരം ഉത്തരത്തെ നൽകുന്ന ദൈവം നമ്മളുടെ ദൈവമായിരിക്കാൽ നമ്മൾക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ബ്രദർ ദീപുവിനായി സിസ്റ്റർ ചിന്നമ്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർ രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് ഭവനങ്ങളിലെത്തി. എന്നാലും കീമോ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കുക. ക്യാൻസറിനാൽ പ്രയാസപ്പെടുന്ന മറ്റ് നമ്മളുടെ പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ചിന്നുവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ബെറ്ററായി വരുന്നുണ്ട്, എന്നാൽ പൂർണ്ണമായ വിടുതലിന് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ മറ്റ് പ്രിയപ്പെട്ടവര് പലര് ക്യാൻസറിന്റെ രോഗത്താൽ പ്രയാസപ്പെടുന്നുണ്ട്, അവരെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഹ്യൂസ്റ്റണിലുള്ള പ്രിയ തമ്പിക്കായി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരം ആ ഭവനത്തിൻ്റെ മേൽ ഒന്ന് നീട്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ എല്ലാ ആഴ്ചയിലും പ്രാർത്ഥിക്കുന്ന പോലെ നമ്മളുടെ കുഞ്ഞുങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ വഹിക്കുവാൻ, ആപത്തനർത്ഥങ്ങളിൽ നിന്നും വിടുവിച്ച് പരിപാലിക്കുവാൻ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. കോളേജും സ്കൂളും ഒക്കെ കഴിഞ്ഞ് ജീവിതത്തിൽ ഇറങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, വിവാഹപ്രായം എത്തിയ പലരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവർക്ക് തക്കതായ തുണകളെ ദൈവം ഒരുക്കി കൊടുക്കുവാൻ, അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിൽ പ്രയാസങ്ങളും ആയി കഴിയുന്ന നമ്മളുടെ പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മളുടെ ഇടയിലുള്ള സീനിയർ സിറ്റിസൺസിനായി പ്രാർത്ഥിക്കുക. ബ്രദർ എബ്രഹാം കുര്യനെയും വൈഫ് റേച്ചലിനെയും ഓർത്ത് പ്രാർത്ഥിക്കുക. പലരും പലവിധമായ, ഞങ്ങളുടെ അടുത്ത് പലര് ഹോസ്പിറ്റലായിരിക്കുന്നു, പ്രായത്തിൻ്റെതായ പ്രയാസങ്ങളിലാലൊക്കെ അവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മളുടെ പ്രായത്തിലൊന്നും നമ്മളെ കൈവിടാതെ നരയ്ക്കോളം ചുമക്കാമെന്നുള്ള വാഗ്ദത്തം തന്ന ദൈവം നമ്മളുടെ ദൈവമാകയാൽ നമ്മൾക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ അമേരിക്കൻ ഐക്യനാടുകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ത്യയിൽ നടക്കുന്ന സുവിശേഷകൾ, നോർത്ത് ഇന്ത്യയിലെ പ്രയാസങ്ങൾ, സുവിശേഷ വേലക്കാരനുഭവിക്കുന്ന, അതിൽ ഉപരിയായി വിശ്വാസികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അതിനിടയിൽ ദൈവം അവരെ പരിപാലിക്കാനായി പ്രാർത്ഥിക്കാം. ഈ ലൈനിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള വചന ശുശ്രൂഷയും ഓർത്ത് പാസ്റ്റർ റിജോ സാമുവലിനെയും തൻ്റെ ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഇതെല്ലാം ഓർത്തുകൊണ്ട് സിസ്റ്റർ ഷൈനി ഇപ്പോൾ പ്രാർത്ഥിച്ച് സഹായിക്കും. സ്തോത്രം. കേൾക്കാമോ? സ്തോത്രം. നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം സ്തുതിക്കുന്ന പിതാവേ, ഈ രാവിലെ പ്രഭാതത്തിൽ കർത്താവെ നിന്റെ ഉള്ളം കരം താങ്ങിക്കൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ, കടന്നു വന്ന് US നടക്കുന്ന ഈ മീറ്റിങ്ങിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഓരോ കുടുംബങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ, സ്തോത്രം. ഇങ്ങനെ ഒരു അവസരം തന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കടന്നു വന്നിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കടന്നു വരുവാൻ പറ്റാത്തവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ, രോഗിക്ക് വൈദ്യൻ കർത്താവാണല്ലോ. സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ വിശ്വാസത്താൽ പ്രാർത്ഥിക്കുന്നു. വിശ്വാസം ആശിക്കുന്നതിനോടൊപ്പം കാണാത്ത കാര്യത്തിന് നിശ്ചയമാണല്ലോ. കർത്താവെ, സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പാട്ട് പാടിയ കർത്താവെ, കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അത് സന്തോഷമാക്കി ദൈവമേ മാറ്റിയതിനായി സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ, ദേവദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ മീറ്റിംഗ് ഇങ്ങനെ കൊണ്ടുപോകാൻ കർത്താവെ സ്തോത്ര. എല്ലാ കർത്താവെ രാവിലെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കേൾക്കുവാൻ ദൈവമേ ഒരുക്കുന്നല്ലോ. കർത്താവെ, വീണ്ടും അത് നല്ല ഭംഗിയായി ചെയ്യുവാൻ ദൈവം ഒരുക്കണം. സ്തോത്രം. എന്നാൽ ഞങ്ങൾ ഇപ്പോൾ കടന്നു വന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ മൂലം ഭാരപ്പെടുന്നവരുണ്ട്. സ്തോത്ര. പല രോഗത്താൽ ഹല്ലേലൂയ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ, ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുണ്ട്. കർത്താവെ, സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ, സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ, പനിയായി ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ, സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ, യൂട്രസ് മുഖാന്തരം ഭാരപ്പെടുന്നവരുണ്ട്. മുഴ മൂലം ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ, പല രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ഈ സമയത്ത് ഞങ്ങൾ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സ്തോത്ര ഹല്ലേലൂയ.
കർത്താവ് അവരെവിടെ ഏത് കിടക്കയിലാണെങ്കിൽ ദൈവമേ സ്തോത്ര കിടക്ക മടക്കുന്ന ഒരു കർത്താവ് കൂടെയുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. സൗഖ്യം അവിടെ നിന്നാണ് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവമേ അങ്ങ് കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ഒന്ന് തൊട്ട് സൗഖ്യമാക്കണമേപ്പാ. സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ സ്തോത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ആ പട്ടണത്തിൽ കിടക്കുന്ന രോഗികളായിരിക്കുന്നവരെല്ലാം കർത്താവെ ഒന്ന് തൊട്ട് സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ അവർ വിശ്വാസം വർദ്ധിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഒന്ന് തൊട്ട് സൗഖ്യമാക്കി. ഹല്ലേലൂയ. സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ കർത്താവെ, വീണ്ടും സാക്ഷ്യങ്ങൾ കേൾക്കാൻ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുവാൻ തക്കവണ്ണം സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന് പറയാൻ തക്കവണ്ണം കർത്താവെ ഓരോ രോഗികളെയും കർത്താവെ ഒന്ന് തൊട്ട് സൗഖ്യമാക്കിയനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന സ്തോത്ര ഹല്ലേലൂയ. മരുന്നിനേക്കാൾ വീര്യം കർത്താവെ പ്രാർത്ഥനയ്ക്കാണല്ലോ. സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സ്തോത്ര ഹല്ലേലൂയ. ഇന്ത്യയിലും കർത്താവെ അനേക രോഗത്താൽ ഭാരപ്പെടുന്ന കർത്താവെ സ്തോത്ര ഹല്ലേലൂയ. അവരെല്ലാം ഈ സമയത്ത് ഞങ്ങൾ ഈ കർത്താവെ ഓർക്കുന്ന കർത്താവെ സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ വേഗത്തിൽ ഒരു സൗഖ്യം. ആമേൻ. സ്തോത്ര. കണ്ണുനീരോടെ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട് കർത്താവെ. ഈ രോഗം എന്ത് ചെയ്യും, ആമേ എങ്ങനെ മാറുമെന്ന് ചോദിക്കുന്നവരുണ്ട് കർത്താവെ. എന്നാൽ ആമേ അവന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ സൗഖ്യം പുറപ്പെട്ടതുപോലെ സ്തോത്ര ഹല്ലേലൂയ. അവരുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവേ. രോഗികളെല്ലാം ഈ സമയത്ത് ഓർത്ത് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ. കർത്താവ് തൊട്ടതിനായി സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ സ്തോത്ര. യൗവനക്കാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്കൂളുകളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ കർത്താവെ കുഞ്ഞുങ്ങളെ പഠന മേഖല അനുഗ്രഹിക്കപ്പെടണം കർത്താവെ. സ്തോത്ര ഹല്ലേലൂയ. അവരെ പോക്കിനും വരവിലും ഒക്കെ കർത്താവെ ഒരു കുഞ്ഞുങ്ങളും വഴിതെറ്റിപ്പോവാൻ അനുവദിക്കരുതേ കർത്താവെ. സ്തോത്ര ഹല്ലേലൂയ. ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്ര ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ അവരുടെ ചിന്തകളെ കർത്താവെ സ്തോത്ര ഹല്ലേലൂയ മാറിപ്പോവാൻ ദൈവം അനുവദിക്കരുത്. സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ സ്തോത്ര. മാതാപിതാക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ അനേക യൗവനക്കാർ കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ സ്തോത്ര. അവരെല്ലാം ദൈവസന്നിധിയിൽ വന്ന് കർത്താവെ ദൈവത്തെ രുചിച്ചറിയുവാൻ തക്കവണ്ണം ആമേൻ കുഞ്ഞുങ്ങളെല്ലാം ദൈവം ഒരുക്കണം. അവരെ പഠന മേഖല അനുഗ്രഹിക്കപ്പെടണം. അവരെ കർത്താവെ വാക്തത്വമുള്ള കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അതിലൊക്കെയും ദൈവം അവരെ ആമേൻ കയറ്റുവാൻ തക്കവണ്ണം സ്തോത്ര ഹല്ലേലൂയ. ദൈവത്തിന്റെ കാര്യം അവരെ കൂടിയിരിക്കണം അപ്പാ. സ്തോത്ര. എല്ലാ കുഞ്ഞുങ്ങളെ ഈ സമയത്ത് ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവെ. സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ തക്ക തുണയെ കൊടുക്കണം കർത്താവെ. തക്ക തുണ. ആമേൻ. സ്തോത്ര ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ വിഷയമാണല്ലോ കർത്താവെ. അവരുടെ ഭാഗങ്ങൾ നടക്കണം, തടസ്സങ്ങളൊക്കെ മാറ്റിക്കണം. ആമേൻ. സ്തോത്ര. തുണയില്ലാ നിൽക്കുന്നത് നന്നല്ലല്ലോ കർത്താവെ. സ്തോത്ര ഹല്ലേലൂയ. ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്ന പിതാവെ. കർത്താവ് അവരെ അനുഗ്രഹിക്കണം. ആമേൻ. അവർക്ക് തക്ക തുണകളെ ദൈവമേ സ്തോത്ര ഒരുക്കി വെച്ചേക്കുന്നതിനായി സ്തോത്ര ഹല്ലേലൂയ. വേഗത്തിൽ വാങ്ങി നടക്കണം കർത്താവെ. സ്തോത്ര ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവെ ആ യൗവനക്കാർ കുഞ്ഞുങ്ങൾ ആമേൻ സ്തോത്ര ഭാഗത്തിന് വേണ്ടി പ്രാർത്ഥനയിൽ ഇരിക്കുന്ന ആമേ ആ കുടുംബങ്ങളെ ഈ സമയത്തോർത്ത് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവെ. സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്ര ഹല്ലേലൂയ. ആമേൻ. വിവാഹങ്ങൾ നടന്നതിനായി സ്തോത്രം കർത്താവെ. ആമേൻ. സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ ആ വിവാഹത്തിന് വേണ്ടി ആമേൻ പ്രാർത്ഥനയോടിക്കുന്ന അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പിതാവെ. സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ സ്തോത്ര ഹല്ലേലൂയ. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവെ. സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ ജോലിയുടെ ഒരു മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവെ. സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ ജോലി ഇല്ലാതെ കർത്താവെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. ആമേ സ്തോത്രം. അവരെയൊക്കെ ഈ സമയത്ത് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പിതാവെ. ആമേ സ്തോത്രം. അവർ കർത്താവെ ആഗ്രഹിച്ച ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവെ. സ്തോത്രം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവെ. സ്തോത്ര ഹല്ലേലൂയ. നല്ല ജോലികൾ കൊടുത്ത് കർത്താവെ അവരെ അനുഗ്രഹിക്കണം കർത്താവെ. സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ സ്തോത്ര ഹല്ലേലൂയ. ഞങ്ങൾ ഏത് വിഷയമായി കർത്താവിന്റെ അടുത്ത് വന്നാലും കർത്താവെ മറുപടി തരുന്ന ഞങ്ങൾക്ക് ഒരു സ്വർഗത്തിൽ ഒരു അപ്പനുണ്ട്. അപ്പന്റെ കത്തിലേക്ക് കർത്താവെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ സ്തോത്ര ഹല്ലേലൂയ. നല്ല ജോലികൾ ആമേൻ സ്തോത്ര. ഏത് പട്ടണത്തിലാണെങ്കിലും കർത്താവെ ആമേൻ വഴിയും വാതിൽ ദൈവമേ അവർക്ക് തുറന്നു കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണം. ആമേൻ സ്തോത്രം. ഞങ്ങളെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പിതാവെ. സ്തോത്ര ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചേൽപ്പിക്കുന്ന പിതാവെ. ആ കുഞ്ഞുങ്ങൾക്ക് കർത്താവെ ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിച്ചനായി ജോലി കയറ്റം വേണ്ടുള്ളവർക്ക് കർത്താവെ. സ്തോത്ര ഹല്ലേലൂയ. അങ്ങനെയും പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ. സ്തോത്ര ഹല്ലേലൂയ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവെ. സ്തോത്ര ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിച്ചനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന സ്തോത്ര ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വാസത്താൽ അതും പ്രാർത്ഥിക്കുന്ന പിതാവെ. സ്തോത്ര ഹല്ലേലൂയ. നന്ദി കർത്താവെ. സ്തോത്ര. കർത്താവെ പല വിഷയങ്ങൾ ആമേൻ ഞങ്ങളുടെ മേൽ തന്നിട്ടുണ്ടല്ലോ. അതിന്മേലൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കടബാധ്യതയിൽ ഇരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്തവരുണ്ട് കർത്താവെ. കർത്താവെ കടത്തിന്മേലൊക്കെ മുന്നോട്ട് കയറാൻ തക്കവണ്ണം കർത്താവെ വഴി തുറക്കണമേ അപ്പാ.
കർത്താവെ സ്തോത്ര ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു കർത്താവെ ഞങ്ങൾക്കൊണ്ട് സ്തോത്ര. അപ്പ അതിന്റെ കത്തിലേക്ക് കടബാധ്യത ഇരിക്കുന്നവരോർത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, അനേകർ കടബാധ്യയിൽ വന്ന് കർത്താവെ ആത്മഹത്യയൊക്കെയും നടക്കുന്നല്ലോ. സ്തോത്ര ഹല്ലേലൂയ. അവരെല്ലാം ഈ സമയത്തോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ സ്തോത്ര ഹല്ലേലൂയ. വഴി തുറക്കുന്ന ദൈവമേ സ്തോത്ര. അപ്പന്റെ കത്തിലേക്ക് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നപ്പ ആമേ. സഹോദരിമാരും സഹോദരന്മാരും മാതാപിതാക്കളൊക്കെയും കർത്താവെ പല പ്രശ്നത്താൽ കടത്തിൽ മേലിരിക്കുന്നവരുണ്ട് കർത്താവെ. ബിസിനസ് മേൽ ആമേൻ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. സ്തോത്ര ഹല്ലേലൂയ. ആമേ സ്തോത്ര ഹല്ലേലൂയ. അതിന്മേലൊക്കെ ദൈവപ്രവൃത്തി നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. യഹോവയ്ക്ക് കഴിയാത്ത ഒരു കാര്യമില്ലല്ലോ. സ്തോറിയോ പറഞ്ഞത് നിനക്ക് സകലതും കഴിയും, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല ഞങ്ങൾ അറിയുന്ന. സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവെ സ്തോത്ര. അവിടുന്ന് അനുഗ്രഹിക്കണം. ആമേ. വഴികൾ തുറക്കണം. സ്തോത്ര ഹല്ലേലൂയ. ആമേ. മീറ്റിംഗിൽ കടന്നു വന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയമായി ഭാരപ്പെടുന്നെങ്കിൽ കർത്താവെ അതിന്മേലൊക്കെ ദൈവത്തിന്റെ കാര്യം പ്രവർത്തനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ സ്തോത്രം. ഞങ്ങളുടെ കർത്താവെ ദൈവദാസന്മാർക്ക് ദൈവദാസിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വേലയിൽ നിൽക്കുന്നവർ അനേകർ കർത്താവെ വേദനയുടെ ആമേ പല പട്ടണങ്ങളിലും കർത്താവെ സ്തോത്ര ഹല്ലേലൂയ. അവർക്ക് ദൈവവേല ചെയ്യാൻ പറ്റാതെ വണ്ണം ശത്രുക്കൾ കർത്താവെ ഉണ്ട്. ആമേ. അതിന് മുന്നിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ 2 3 നാമത്തിൽ കൂടി വന്നാൽ ആമേ മധ്യ കർത്താവ് ഉള്ളതായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ അവരുടെ പേരിൽ തടസ്സങ്ങളൊക്കെയും ദൈവമേ അവിടെ നിന്ന് നീക്കിക്കളഞ്ഞ് സ്തോത്ര അനുഗ്രഹിക്കണമേ അപ്പ. സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ സ്തോത്ര ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവെ സ്തോത്ര ഹല്ലേലൂയ. പല വിഷയങ്ങൾ കർത്താവെ പറഞ്ഞിട്ട് എന്നാൽ സകലതും അറിയുന്ന ഒരു അപ്പൻ ഞങ്ങൾക്കുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. ആമേ സ്തോത്ര. അപ്പന്റെ കത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ ചില മരണക്കിടക്കകളൊക്കെയും മടക്കി സ്തോത്ര ഹല്ലേലൂയ. ദൈവത്തെ രുചിച്ചറിയുവാൻ തക്കവണ്ണം സ്തോത്ര ഹല്ലേലൂയ. ഒരു പടിയും കൂടെ കർത്താവെ മുന്നിൽ കയറുവാൻ തക്കവണ്ണം സ്തോത്ര ഹല്ലേലൂയ. തളർന്ന് കിടക്കുന്ന ഓരോക്ക് ദൈവം എഴുന്നേൽപ്പിക്കണം കർത്താവെ. സ്തോത്ര ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവെ ഞങ്ങളുടെ പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നപ്പ അനേക സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കുവാൻ ദൈവമേ ആമേൻ ദൈവം ഇടവരുത്തുന്നല്ലോ. സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന് ദൈവം അവിടുന്ന് മറുപടി തന്ന് അനുഗ്രഹിച്ചനായി സ്തോത്ര. കർത്താവെ ഏത് വിഷയമാണെങ്കിലും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ഇന്ന് വരെ ദൈവദാസനെ ഞങ്ങൾ ഓർക്കുന്നപ്പ ഞങ്ങൾക്ക് തരുവാനുള്ള മന്ന ആമേ ദൈവദാസന്റെ കർത്താവെ നാവോട് കൂടിരുന്ന് കർത്താവെ ഞങ്ങൾക്കത് തന്ന് കർത്താവെ ഞങ്ങൾ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ ആ വചനങ്ങൾ ആമേ വാക്കുകളൊക്കെ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറ്റണം കർത്താവെ. സ്തോത്ര ഹല്ലേലൂയ. കർത്താവെ മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും കടന്നു വന്നേ ആമേ സ്തോത്രം. ഏത് വിഷയമാണെങ്കിലും ദൈവമേ മറുപടി തരുന്ന സ്വർഗത്തിൽ അപ്പൻ ഇറങ്ങി വന്ന് ആമേൻ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആമേ ഓരോ ഭവനത്തിൽ ഇരിക്കുന്നവരെ മേൽ ആമേ സ്തോത്ര ഹല്ലേലൂയ അത് അവിടുന്ന് നിറച്ച് ആമേ നിറഞ്ഞിരിക്കുവാൻ തക്കവണ്ണം ആമേ ദൈവ കൃപ കൂടിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ എല്ലാ വിഷയത്തിന്മേൽ ആമേ ദൈവ പ്രവൃത്തി നടന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്ര ഹല്ലേലൂയ. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആമേ ഇയ്യോബിന്റെ സ്ഥിതിക്ക് മാറ്റം വന്നതുപോലെ ആമേ സ്തോത്ര ഈ രാവിലെ കർത്താവെ കടന്നു വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും കർത്താവെ പ്രാർത്ഥിക്കുന്നു. വരുവാൻ പറ്റാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്തോത്ര ഹല്ലെ എല്ലാ പട്ടണങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പിതാവെ ആമേ സ്തോത്ര ഹല്ലെ എല്ലാം മറുപടി കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചനായി സ്തോത്ര. കർത്താവെ ഏതെങ്കിലും വിഷയങ്ങൾ ഞങ്ങൾ വിട്ടുപോയി എന്നാൽ മറക്കാത്തൊരു ദൈവം ആമേ സ്തോത്ര ഹല്ലെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആമേ ഇതിനെല്ലാം മറുപടി തന്നി കടന്നു വന്നിരിക്കുന്നവരുടെ ആരുടെയെങ്കിലും വിഷയം വേദനയോടിരിക്കുന്നെങ്കിൽ കർത്താവെ അവരെ ഒന്ന് തൊട്ട് ആമേൻ അവരുടെ മനസ്സിനെ ആമേ സ്തോത്ര സൗഖ്യമാക്കി ആമേ സ്തോത്ര അവരുടെ വിഷയത്തിന്മേൽ മറുപടി കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചനായി സ്തോത്രം. കർത്താവെ എന്റെ പ്രാർത്ഥന കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തോത്ര. കർത്താവെ സ്തോത്രം. ഞങ്ങൾ എല്ലാവരും ആമേ സ്തോത്ര കർത്താവിന്റെ സരി ഇരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആമേ കർത്താവെ അവിടുന്ന് വിടുതൽ തന്നെ ഞങ്ങളെ ഓരോ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ചനായി സ്തോത്രം. പ്രത്യേകിച്ച് ദൈവദാസനെയും കുടുംബത്തെ ആമേ സ്തോത്ര ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവെ അപ്പച്ച പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാ മഹത്വം അപ്പച്ചനെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കടന്നു വന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവിന്റെ വലിയ നാമത്തില് വീണ്ടും വന്ദനം ചൊല്ലുന്നു. നമ്മൾക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം സാവകാശത്തെ ഒരുക്കിയല്ലോ. കർത്താവിന്റെ ദാസന്മാര് ജോയി ചെങ്കൽ പാസ്റ്റർ അതുപോലെ രാജേഷ് പാസ്റ്റർ ഒക്കെ ലൈനിലുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. കർത്താവ് നടത്തിയ വഴികൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾക്ക് ദൈവ വചന കേൾവിയിലേക്ക് നമ്മളുടെ ശ്രദ്ധകളെ തിരിക്കാം. കർത്താവിന്റെ ദാസൻ റീജോ സാമുവൽ നമ്മളുടെ മധ്യത്തില് തിരക്കേറിയ ശുശ്രൂഷകളുടെ ഇടയിൽ സമയം കണ്ടെത്തി
നമ്മളോടുകൂടെ ആയിരിക്കുവാൻ കാണിച്ച സന്നദ്ധതയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ട്രിവാൻഡ്രത്ത് ഡോർ ടു ക്രോസ് എന്നൊരു ചർച്ച് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. തൻ്റെ ശുശ്രൂഷകളെ ദൈവം മാനിക്കുവാനായി, തൻ്റെ കുടുംബത്തെ ദൈവം പരിപാലിക്കുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ നമ്മൾക്ക് വേണ്ടത് ദൈവം കർത്തൃദാസനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായി ഇരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. അതുകൊണ്ട് ദൈവം നമ്മൾക്ക് വേണ്ടി ഏൽപ്പിച്ചത് സ്വീകരിക്കാൻ നമ്മൾക്ക് തയ്യാറായി ദൈവസന്നിധിയിൽ ഇരിക്കാം. വീഡിയോ ഓൺ ചെയ്യാൻ സാഹചര്യം അനുവദിക്കുന്നവര് ആ വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്താൽ നന്നായിരിക്കും. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ റിജോ സാമുവൽ. ആമേൻ. പ്രൈസ് ലോർഡ്. കേൾക്കാമോ? കേൾക്കാം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എല്ലാവർക്കും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ആമേൻ. താങ്ക് യു. പ്രത്യേകാൽ ആമേൻ ഈ കൂട്ടായ്മയിലേക്ക് ആമേൻ എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ആമേൻ ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ കർത്തദാസൻ ആമേൻ ജോയി ചെങ്കൽ പാസ്റ്ററിനോടും ആമേൻ പ്രിയ ലിൻഡ ആന്റിയോടും അതുപോലെ തന്നെ ഈ മീറ്റിങ്ങിനെ നയിക്കുന്ന ആമേൻ പ്രിയ അങ്കിൾ തോമസ് മത്തായി അങ്കിളിനോടും ഉള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതുപോലെ പ്രത്യേക ഇന്ന് വർഷിപ്പ് ചെയ്ത ബ്രദർ, ഇതിന്റെ ഹോസ്റ്റ് ആയിരിക്കുന്ന ബിജോയ് ബ്രദർ, എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും കർത്താവിൽ അറിയിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവ് നമ്മുടെ മേൽ വലിയത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ നിങ്ങൾ ചിരിച്ച മുഖത്തോടെ ഒന്നായിരിക്കുമെങ്കിൽ സന്തോഷമായിരുന്നു. ആമേൻ. നിങ്ങളുടെ എല്ലാവരെയും ചിരിച്ച മുഖം കാണാൻ ഞാനല്ല, കർത്താവ് ആഗ്രഹിക്കുന്നു. ആമേൻ. നമ്മൾ നിരാശപ്പെട്ടിരിക്കാൻ ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ആമേൻ. ഇന്ന് ആമേൻ കർത്താവ് നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ സന്തോഷത്തോടെ ആമേൻ നീതിമാന്മാരുടെ കൂടാരങ്ങൾ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷങ്ങൾ ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആമേൻ. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയമുണ്ട്. അവൻ ഇന്ന് അവൻ നമ്മുടെ മധ്യേ ഒരു ജയത്തെ അവൻ അയക്കാൻ പോകുകയാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ചിരിച്ചോണ്ട് രണ്ട് കൈകളെ അടിച്ചോണ്ട് ആമേൻ അത് വിശ്വാസത്തോടെ ഒന്ന് ഏറ്റെടുത്ത് ആമേൻ ആമേൻ ഹല്ലേലൂയ നിങ്ങൾ അതിനൊന്ന് സ്വീകരിച്ചാണ്. യേശു എന്റെ കൂടെ ഉണ്ട്, യേശു എന്റെ മധ്യേ ഉണ്ട്. ഈ മീറ്റിങ്ങിന്റെ മധ്യേ ആമേൻ 2 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിന്റെ മധ്യേ ഞാനുണ്ടെന്ന് അരുളി ചെയ്ത നല്ലവനായ ദൈവം ആമേൻ നമ്മുടെ മധ്യയുണ്ട്. ഇതൊരു സാധാരണ മീറ്റിങ്ങിനപ്പുറമായി ദൈവത്തിന് എന്തോ ചെയ്യാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ അഭിഷേകത്തോട് ഞാൻ സംസാരിച്ചപ്പോ കർത്താവിന്റെ അഭിഷേകത്തോട് പറഞ്ഞ ഒരൊറ്റ കാര്യം ഇതാണ്. ആമേൻ. നിങ്ങൾ ഈ വളരെ ആകാംക്ഷയോടെ വളരെ ആഗ്രഹത്തോടെ നിങ്ങൾ വചനം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ആമേൻ. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് ആമേൻ കർത്താവ് ചിലത് പകരുമെന്ന് ഞാൻ ആത്മാവിൽ ഉറച്ച് വിശ്വസിക്കുകയാണ്. ആമേൻ ആമേൻ. 1-2 കാര്യങ്ങൾ ഞാൻ എന്നെ പരിചയപ്പെടുത്തി ഞാൻ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ പേര് റിജോ സാമുവൽ എന്നാണ്. എന്റെ സ്വന്തം സ്ഥലം പുനലൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ പുനലൂരുകാർ ആരെങ്കിലും ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ആമേൻ. പുനലൂരാണ് എന്റെ സ്വന്തം സ്ഥലം. പത്തനംതിട്ടയ്ക്ക് അടുത്തുള്ള പുനലൂരാണ്. ആമേൻ. ഞാനൊരു മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ച് വളർന്നത്. ആമേൻ. എന്റെ മാതാവും പിതാവും ആമേൻ ഞാൻ ജനിച്ച നാള് മുതൽ ഞാൻ കേൾക്കുന്നത് മുഴുവനും പ്രാർത്ഥനയുടെ ശബ്ദങ്ങളാണ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ജനിച്ചു വീണ സമയം മുതൽ എന്റെ ഓർമ്മ വെച്ച സമയം മുതൽ ആമേൻ ഞാൻ കേൾക്കുന്നത് മുഴുവനും ആമേൻ ആമേൻ ഈ മകനെ ആമേൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിയോഗിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രാർത്ഥനയുടെ ശബ്ദത്തിനകത്താണ് ഞാൻ വളർന്നത്. ആമേൻ. ഈ പ്രാർത്ഥനയുടെ അറ്റ്മോസ്ഫിയറിനകത്താണ് ഞാൻ വളർന്നത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ആമേൻ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം ആമേൻ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ആമേൻ തക്ക സമയത്ത് ആമേൻ ദൈവത്തിന്റെ മറുപടി നിങ്ങളുടെ മേൽ സംഭവിക്കുമെന്ന് ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുകയാണ്. ആമേൻ. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ അത് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന രീതിയിൽ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വെളിപ്പെടുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനകളൊന്നും നഷ്ടമാകത്തില്ല, നഷ്ടമാകത്തില്ല, നഷ്ടമാകത്തില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ.
ആമേൻ ഒന്നും വ്യർത്ഥമാകത്തില്ല. ആമേൻ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ ആമേൻ നിശ്ചയമായും അത് ദൈവം ആമേൻ നിങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കും. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കുക. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. ആമേൻ. എന്റെ ജീവിതം മുഴുവനും അങ്ങനെയായിരുന്നു. ആമേൻ. ഞാൻ ഏറ്റവും അധികം ആ സാഹചര്യത്തിനകത്ത് വളർന്നു വന്നത് കൊണ്ട് തന്നെ ആമേൻ എനിക്ക് വളരെ ശക്തമായ ഒരു അടിത്തറ ദൈവം നൽകുവാൻ ഇടയായി തന്നു. ആമേൻ. ഒരു ബേസ് വളരെ നല്ല രീതിയിൽ കർത്താവ് എനിക്ക് തന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എന്റെ ലൈഫിനകത്ത് ഞാൻ ഒരു മർത്തോമ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ വളരെ പ്രൗഡ് എന്റെ മേലുണ്ടായിരുന്നു. ആമേൻ. വളരെ അഭിമാനവും പ്രൗഡും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, ആമേൻ. എന്നാൽ 2007 ആമേൻ എന്റെ പിതാവിന്റെ ആഗ്രഹം ഞാൻ മർത്തോമ സഭയിലെ ഒരു അച്ഛനാകണം, ഒരു പട്ടക്കാരനാകണം എന്നുള്ളതായിരുന്നു എന്റെ പിതാവിന്റെ ആഗ്രഹം. ആമേൻ. ഇന്ന് 2007 ആമേൻ ഞാൻ സ്നാനപ്പെടുവാൻ ഇടയായി. കർത്താവ് എന്നെ അതിലേക്ക് കൊണ്ടുവന്നു. ആമേൻ. ഞാൻ സ്നാനപ്പെട്ടു എങ്കിലും ആമേൻ എനിക്ക് അതിൽ നിന്ന് എന്റെ പാരമ്പര്യമായ എന്റെ ആഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ എന്റെ പ്രൗഡ്, എന്റെ വ്യക്തിബന്ധങ്ങൾ, എന്റെ സന്തോഷങ്ങൾ, എന്റെ കൂട്ടായ്മകൾ, അതിൽ നിന്ന് മാറാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം അവരുമായി വേരുറച്ച ഒരു ബന്ധം എനിക്കുണ്ട്, വേരുറച്ച ഒരു സ്നേഹം എനിക്കുണ്ട്. ഇതൊക്കെ വിട്ടുപോരാൻ ആമേൻ എനിക്ക് കഴിയത്തില്ല. ആമേൻ. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും അധികം എനിക്ക് ഇഷ്ടമില്ലാത്തതായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രാർത്ഥനയ്ക്കകത്ത് കേട്ട് വളർന്ന ഒരു വ്യക്തിയാണ്. ആമേൻ. ഇത് കേട്ട് പലപ്പോഴും എന്റെ പിതാവ് ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് വട്ടമൺ ബേബി എന്നാണ്. അദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. അമ്മ വീട്ടിലെപ്പോഴും പ്രാർത്ഥനയാ. പലപ്പോഴും എനിക്കിത് മടുപ്പായി, എനിക്കിതിനോട് ദേഷ്യമായി. എന്റെ പിതാവ് ഇങ്ങനെ ഒരു സുവിശേഷകനായി നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാതായി. എന്റെ ചെറിയ പ്രായത്തിൽ ഒരിക്കലും എനിക്ക് ഇതിനോട് താല്പര്യമില്ലായിരുന്നു, ഇഷ്ടമില്ലായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ഞാൻ പാസ്റ്റർമാരെ വെറുത്തിരുന്നു, ഏറ്റവും അധികം ദൈവദാസന്മാരെ ഞാൻ വെറുത്തിരുന്നു. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ, ദൈവത്തിന്റെ പദ്ധതി ആയപ്പോൾ ദൈവം എന്നെ ഇന്നൊരു പാസ്റ്ററായി നിർത്തി. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ ആഗ്രഹമാണ്, നമ്മുടെ ആഗ്രഹമല്ല. ഇതിനപ്പുറമായി ദൈവത്തിന് നമ്മളെ പറ്റി ചില ആഗ്രഹങ്ങളുണ്ട്, ദൈവത്തിന് നമ്മളെ പറ്റി ചില ഇഷ്ടങ്ങളുണ്ട്. ആമേൻ. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഞാൻ ഇതിനകത്ത് നിൽക്കുമ്പോൾ തന്നെയും ആമേൻ ഞാൻ എപ്പോഴും എന്റെ എന്തുകൊണ്ട് ഇതിനകത്തുനിന്ന് ഞാൻ ചോദിച്ചാൽ ഞാൻ പറയുന്നത്, എനിക്ക് ഒരു കാരണവശാലും ഇതിനകത്തുനിന്ന് മാറാൻ കഴിയത്തില്ല, ഒരു കാരണവശാലും ഇതിനകത്തുനിന്ന് വിട്ടുവരാൻ കഴിയത്തില്ല. പക്ഷേ ആമേൻ 2011 ഞാൻ കോട്ടയത്തുള്ള ഒരു മീറ്റിങ്ങിനകത്ത്, ഒരു ബോൺ അഗെയിൻ ചർച്ചിനകത്ത്, ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചിന്റെ മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കുമ്പോൾ ആമേൻ എന്റെ ശരീരത്തിനകത്തേക്ക് ഇറങ്ങി വന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ അനുഭവിച്ച ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആമേൻ. എന്നെ തൊട്ട ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വീണ്ടും ഇത് അനുഭവിക്കുവാനുള്ള ഒരു ആഗ്രഹം എന്റെ ഹൃദയത്തിനകത്തേക്ക്, എന്റെ ശരീരത്തിനകത്തേക്ക് ആമേൻ ഇത് അനുഭവിക്കുവാനുള്ള ഒരു കൊതി എനിക്കുണ്ടായി. ആമേൻ. ഹല്ലേലൂയ. വീണ്ടും ഞാൻ എന്റെ നാട്ടിൽ പോകുമ്പോൾ ഞാൻ എന്റെ പഴയ സഭയിലേക്ക് ഞാൻ കടന്നു പോകും, എന്റെ ആൾക്കാരെ കാണും, എനിക്ക് സന്തോഷമാണ്, എല്ലാമാണ്. പക്ഷേ ആമേൻ എന്തോ എനിക്ക് ഒരു മിസ്സിംഗ് ഉണ്ട്, എല്ലാം എനിക്കുണ്ടെങ്കിലും എന്തോ ഒരു പ്രസൻസ് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. മക്കളെ, ഞാൻ പറഞ്ഞോട്ടെ, വീണ്ടും ഞാൻ ഇതിനകത്തേക്ക് ചെല്ലുമ്പോൾ ആമേൻ ഞാൻ അനുഭവിച്ച ദൈവ സാന്നിധ്യം എന്നെ ഇതിനകത്ത് പിടിച്ചു നിർത്തി. ആമേൻ. ഇന്ന് പകൽ ആമേൻ, ഇന്ന് രാത്രിയിൽ ആമേൻ ദൈവത്തിന്റെ സാന്നിധ്യം ആമേൻ നിങ്ങളുടെ സങ്കല്പങ്ങളെ പൊളിക്കും, ദൈവ സാന്നിധ്യം നിങ്ങളുടെ ചിന്താഗതികളെ പൊളിക്കും, ദൈവ സാന്നിധ്യം നിങ്ങളുടെ മുൻവിധികളെ പൊളിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ മുൻധാരണകളെ പൊളിക്കാൻ ദൈവ സാന്നിധ്യത്തിന് കഴിയും. ആമേൻ. ഇന്ന് രാത്രിയിൽ ഞാനിത് പറയുമ്പോൾ തന്നെ ആമേൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ചില ധാരണകളെ കർത്താവ് പൊളിക്കുമെന്ന് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ആമേൻ. ചില സങ്കല്പങ്ങളെ കർത്താവ് പൊളിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആമേൻ ചില സങ്കല്പങ്ങളുമായി നിൽക്കുന്ന ചില വ്യക്തികളെ, ആമേൻ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചില മുൻധാരണകളുമായി ആമേൻ മുൻവിധികളുമായി നിൽക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ കർത്താവ് ഇന്ന് പകൽ ആമേൻ പൊളിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ ദൈവസ്ഥാനത്തിനകത്ത് ഇരിക്കുമ്പോൾ, ആമേൻ ശക്തിയേറിയ ദൈവസ്ഥാനത്ത് നിങ്ങൾ ഇരിക്കുമ്പോൾ, നിങ്ങൾ വില കൊടുത്തിരിക്കുമ്പോൾ, നിങ്ങൾ സമയം കൊടുത്തിരിക്കുമ്പോൾ ആമേൻ അതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ നിയോഗത്തിൽ ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി എനിക്കൊരു ഉറപ്പുണ്ട്, ദൈവത്തിന്റെ വചനം അത് ജീവനും ചൈതന്യമുള്ളതാണ്, അതിന് ജീവനെ ഉളവാക്കുന്നതാണ്.
ഹല്ലേലൂയ. അവൻ ഇന്ന് രാത്രിയിൽ ജീവനില്ലാത്ത ചില മേഖലയ്ക്കകത്തേക്ക് ദൈവത്തിന്റെ ജീവൻ കടന്നു ചെല്ലും. അവൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ചില കുടുംബത്തിനകത്ത് വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അവൻ ഈ നിമിഷം നിങ്ങൾ ആയിരിക്കുമ്പോൾ ജീവൻ അതിനകത്തെ കടന്നു ചെല്ലാൻ പോകുകയാണ്. വെളിച്ചം അതിനകത്തെ കടന്നു ചെല്ലാൻ പോകുകയാണ്. ചൈതന്യം അതിനകത്തെ കയറി ചെല്ലുകയാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അസ്ഥിമജ്ജകളെ തുളച്ചു കയറുന്നതാണ്. അസ്ഥിമജ്ജകളെ തുളച്ചു കയറുന്നതാണ്. ഇത് പ്രാണനെയും ആത്മാവിനെയും ശരീരത്തെയും തമ്മിൽ വേർതിരിക്കുന്നതാണ്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ദേഹിയുടെ ചിന്തകളെ പൊളിച്ചുകൊണ്ട്, നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവിന്റെ ശക്തികൾ അത് ഒഴുക്കോടെ പുറത്തു വരുന്ന ഒരു സീസണാണെന്ന് ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുകയാണ്. അവൻ നിങ്ങളുടെ പുറം തോടുകൾ പൊളിഞ്ഞ് അവൻ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെ ചില തോടുകൾ പുറത്തുപോയി അവൻ അകത്തിരിക്കുന്ന കാതലായത് യേശുവിന്റെ നാമത്തിൽ പുറത്തു വരാൻ പോകുകയാണ്. അകത്തിരിക്കുന്ന ആത്മാവിന്റെ ചൈതന്യങ്ങൾ, അകത്തിരിക്കുന്ന ആത്മാവിന്റെ തലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചില വ്യക്തി ജീവിതങ്ങളിൽ പുറത്തു വരികയാണ്. ജീവജലത്തിന്റെ നദികൾ പുറന്തോടുകളെ പൊളിക്കുന്ന, സങ്കല്പങ്ങളെ പൊളിക്കുന്ന, മുൻധാരണകളെ പൊളിക്കുന്ന, പുറം തോടുകളെ പൊളിക്കുന്ന ദൈവികമായ ഒരു അഭിഷേകം, ഒരു അനോയിന്റിങ് ഇന്ന് പകൽ, ഇന്ന് രാത്രിയിൽ അത് നിങ്ങളുടെ മേൽ സംഭവിക്കുമെന്ന് ഇന്ന് ആത്മാവിൽ വിശ്വസിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. നമ്മുടെ പുറം തോടുകൾ പൊളിഞ്ഞെങ്കിൽ മാത്രമേ, ആമേൻ, എന്റെ കുടുംബ പാരമ്പര്യം, ആമേൻ, ഇതൊക്കെയാണ് എന്റെ പുറന്തോടുകൾ. ആമേൻ. എന്റെ ബന്ധങ്ങൾ വേണ്ടതല്ല. ദൈവത്തെക്കാൾ എന്തൊക്കെ നമുക്ക് മുകളിൽ കയറി നിൽക്കുന്നോ, ആമേൻ, എന്റെ പ്രൗഡായിട്ടുള്ള എന്റെ വിദ്യാഭ്യാസം, എന്റെ സമ്പത്ത്, എന്റെ പാരമ്പര്യം, ആമേൻ, ഞാൻ എന്ന ഭാവങ്ങൾ, ആമേൻ, ഈ പുറന്തോടുകൾ പൊളിഞ്ഞെങ്കിൽ മാത്രമേ അകത്തിരിക്കുന്ന പരിശുദ്ധയാത്മാവിന്, ആമേൻ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ആ ക്രിസ്തുവിന്, ആമേൻ, ആമേൻ, അതിന്റെ പൂർണ്ണ ശക്തിയോടെ പുറത്തു വരാൻ, ആമേൻ, പൂർണ്ണ തലങ്ങളിൽ പുറത്തു വരാൻ നിങ്ങൾ അനുവദിക്കുമെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ, ആമേൻ, ഹല്ലേലൂയ, ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് രാത്രി എത്ര പേരത് വിശ്വസിക്കുന്നു? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോറി, ആമേൻ. കർത്താവിന്റെ ദാസനെ വിളിച്ചപ്പോൾ ആമേൻ, ഞാൻ ഒരു ശാരീരികമായി കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു. ആമേൻ. എന്നാൽ ഞാൻ വിശ്വാസത്താൽ അത് ഏറ്റെടുത്തു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിൽ എനിക്ക് വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. ആമേൻ. ദൈവവചനം അത് അങ്ങനെ തന്നെ ആക്റ്റാകും. ദൈവവചനം അത് അങ്ങനെ തന്നെ സംഭവിക്കും. ദൈവവചനം അത് അങ്ങനെ തന്നെ പ്രവർത്തിക്കും. ആമേൻ, ആമേൻ. ഞാൻ എൻ്റെ കുഞ്ഞു സാക്ഷ്യം കൂടെ ഞാൻ പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. 2018, 2017, 2018 സമയങ്ങളിൽ കർത്താവിന്റെ അഭിഷേകൻ ഞാൻ ആയിരിക്കുന്ന സഭയിൽ, ജോയി ചെങ്കൽ പാസ്റ്റർ ഞാൻ ആയിരിക്കുന്ന സഭയിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ, ആമേൻ, ഞാൻ ആയിരിക്കുന്ന കൂട്ടായ്മയിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞ ഒരൊറ്റ വേട്, ആമേൻ, ആ വേടിനെ അന്ന് ഞാൻ ചെറിയ വിശ്വാസിയായിരിക്കുന്ന സമയം, പാസ്റ്റർ അല്ല, ഞാനൊരു ലീഡർ അല്ല, ഞാൻ ആരുമല്ല, ഞാൻ വിശ്വാസിയായിരിക്കുന്ന സമയത്ത്, ആമേൻ, ആമേൻ, കർത്താവിന്റെ അഭിഷേകത്തിൽ പറഞ്ഞ ഒറ്റ വാക്ക്, ആമേൻ, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ സംഭവിക്കുമെന്ന്. അതെന്റെ ലൈഫിനകത്ത് മറക്കാൻ പറ്റത്തില്ല. ആമേൻ. ദൈവമക്കളെ, നിങ്ങൾ കേൾക്കണോ? ഞായറാഴ്ച ഞാൻ ആ മെസ്സേജ് കേട്ടു, ആ വാക്ക് കേട്ടു, ഞാൻ അത് ഏറ്റെടുത്തു. ആമേൻ. വരുന്ന പിറ്റേ ദിവസം, ആമേൻ, തിങ്കളാഴ്ച എനിക്കൊരു മെയിൽ വരികയാണ്. ഞാൻ ചെയ്യുന്ന ബിസിനസ്സിനകത്ത്, ആമേൻ, ആമേൻ, ഹല്ലേലൂയ, എന്നെ അടുത്ത ലെവൽ പ്രമോഷനകത്തേക്ക് എഴുതി നിങ്ങളെ പ്രൈം എന്നടിച്ച്, നിങ്ങളുടെ ബിസിനസ് പ്രൈം എന്നടിച്ചുകൊണ്ട്, ആമേൻ, എനിക്കൊരു മെയിൽ വരികയാണ്. ദൈവമക്കളെ കേൾക്കണോ? ആമേൻ. തലേന്ന് പറഞ്ഞ, ആമേൻ, ആ ദൈവത്തിന്റെ വചനം എന്റെ മേൽ ആക്റ്റായി, എന്റെ മേൽ ആക്ടിവേറ്റ് ആയി. അന്നു മുതൽ ഞാൻ, ആമേൻ, എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ എന്റെ ബിസിനസ് റോക്കറ്റ് കുതിക്കുന്നത് പോലെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ആമേൻ. റോക്കറ്റ് കുതിക്കുന്ന പോലെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ ചിന്തിക്കാത്ത നിലവാരങ്ങളിൽ ദൈവം അതിനെ ഉയർത്തിക്കൊണ്ടുപോയി. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ദൈവമക്കളെ, ആമേൻ, ഒരു ദൂതരെ നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങളുടെ ലൈഫിനെ അത് തിരിക്കും.
ആമേൻ. ദൈവ വചനം അത്രയേറെ ശക്തിയുള്ളതാണ്. ആമേൻ. ദൈവത്തിന്റെ വാക്കുകൾ അത്രയേറെ ശക്തിയുള്ളതാണ്. ആമേൻ. ദൈവത്തിന്റെ ശബ്ദങ്ങൾ അത്രയേറെ ശക്തിയുള്ളതാണ്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞോട്ടെ, ആമേൻ. അവന്റെ വാക്കുകൊണ്ട് അവൻ സകലത്തെയും സൃഷ്ടിച്ചു. അവന്റെ വചനം കൊണ്ട് അവൻ സകലത്തെയും സൃഷ്ടിച്ചു. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും ഉണ്ടായി. ആമേൻ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ അവന്റെ വാക്കിന് കഴിയും. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽ നിങ്ങൾ എവിടെയായിരിക്കുന്നോ, അവൻ നിങ്ങളുടെ അനുഭവം എന്തായിരിക്കുന്നോ, ഇന്ന് രാത്രിയിൽ വിളിച്ചു പറ. അവൻ ദൈവത്തിന്റെ വചനത്തെ വിളിച്ചു പറ. ദൂതന്മാർ അതിനെ ഏറ്റെടുക്കാൻ പോകുകയാണ്. ദൂതന്മാർ ഇതിനെ കൊണ്ട് സഞ്ചരിക്കാൻ പോകുകയാണ്. ദൂതന്മാർ ഇതിനെ കൊണ്ട് മൂവ് ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായി, നിങ്ങളുടെ ചിന്തകൾക്കപ്പുറമായി വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ ഈ വചനവുമായി, ഈ ദൂതുമായി, അവൻ നിങ്ങളുടെ വിഷയത്തിന്റെ മുമ്പിൽ, നിങ്ങളുടെ പ്രശ്നത്തിന്റെ മുമ്പിൽ, ഏത് വിഷയത്തിന്റെ മുമ്പിലായിരിക്കുന്നോ, ദൈവത്തിന്റെ വചനത്തെ കൊണ്ട് ദൂതന്മാർ സഞ്ചരിക്കും. അവൻ ദൂതന്മാർ അതിനെ കൊണ്ട് കയറി ചെല്ലും. നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത മേഖലകളിൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത മേഖലകളിൽ ഈ വചനത്തെ അവൻ അവൻ ഞാൻ ദൈവമക്കളെ, ഞാൻ പറയുന്നത് എന്റെ സാക്ഷ്യമാണ്, എന്റെ ലൈഫാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ, എന്റെ ലൈഫാണ് ഞാൻ പറയുന്നത്. ആമേൻ. ഇത് എന്റെ ലൈഫിനകത്ത് 100 സാക്ഷ്യങ്ങളുണ്ട്. ആമേൻ. അതൊന്നും പറയാൻ സമയമില്ലല്ലോ. ആമേൻ. ദൈവമക്കളെ, റോക്കറ്റ് കുതിക്കുന്ന പോലെ എന്റെ ബിസിനസ് കുതിച്ചു. ആമേൻ. ഹല്ലേലൂയ. എന്നെ അറിയാത്തവർ അറിയാൻ തുടങ്ങി. ആമേൻ. എന്നെ വിളിക്കാത്തവർ വിളിക്കാൻ തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ. ഇതുവരെ എന്നെ മാറ്റി നിർത്തിയവർ എന്നെ കാണാൻ തുടങ്ങി. അവൻ എന്നെ വരാൻ തുടങ്ങി. നിങ്ങൾ എങ്ങനെയാ ഇത് ചെയ്യുന്നത്? നിങ്ങൾ എന്തുവാ ഈ ചെയ്യുന്നത്? ആമേൻ. എനിക്കിത് പഠിക്കണമല്ലോ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ആമേൻ, എന്റെ മിടുക്കല്ല, എന്റെ കഴിവല്ല. ആമേൻ. എന്നെ നിർത്തിയ ഒരുവനുണ്ട്. ആമേൻ. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, എന്റെ മിടുക്കല്ല, എന്റെ കഴിവല്ല. ആമേൻ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ എന്നെ കണ്ടൊരു ദൈവമുണ്ട്. അവനാണ് എന്നെ ഉയർത്തിയത്, അവനാണ് എന്നെ മാനിച്ചത്, അവനാണ് എന്നെ കരുതിയത്, അവനാണ് എന്നെ നിർത്തിയത്. അവൻ അത്ഭുതമാണ്, അവൻ അത്ഭുതത്തിന്റെ ദൈവമാണ്. ഇന്ന് രാത്രിയിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ അവൻ വിശ്വസ്തനാണ്. ഈ നിമിഷം അത്ഭുതങ്ങളെ ചെയ്യാൻ. ഹല്ലേലൂയ. ഓ ആമേൻ. ഇന്ന് രാത്രിയിലും അത്ഭുതങ്ങളെ ചെയ്യാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. എന്റെ ദൈവം അത്ഭുതവാനാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ വചനങ്ങൾ നിങ്ങളുടെ മേൽ സംഭവിക്കും. എനിക്കറിയാം. ഞാൻ ഉറപ്പോടെ പറയുന്ന 100% ഉറപ്പോടെ ഞാൻ പറയുന്നത്, ഞാൻ ജീവിക്കുന്ന ഒരു സാക്ഷ്യമാണ്. അവൻ പല മേഖലകളിൽ അവൻ എന്റെ ലൈഫിനകത്ത് അസാധാരണമായ ദൈവിക ചലനങ്ങൾ സംഭവിച്ചു. എന്റെ ചെറുപ്രായം മുതൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, ആമേൻ, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. എന്റെ ജീവിതമൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, 2020 കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ബിസിനസ് ഭയങ്കരമായ ഒരു വളർച്ചയുണ്ടായി. 2020 ശേഷം അവൻ യോബിന്റെ ലൈഫിനകത്തുണ്ടായതുപോലെ അവൻ ശക്തമായ പ്രതികൂലങ്ങൾ എന്റെ ലൈഫിനകത്തെ കയറി വന്നു. ആമേൻ. ഞാൻ ചിന്തിക്കാത്ത പ്രതികൂലങ്ങൾ, ഞാൻ ആലോചിക്കാത്ത പ്രതികൂലങ്ങൾ. അവൻ അതുവരെയും കുഴപ്പമില്ല. പക്ഷെ ഞാൻ മിനിസ്ട്രിക്കകത്തേക്ക് ഇറങ്ങിയപ്പോ, ഞാൻ വേലയ്ക്കകത്തേക്ക് ഇറങ്ങിയപ്പോ ഞാൻ ചിന്തിച്ചതിലും അപ്പുറമായ പ്രതിസന്ധികളിൽ കയറി വന്നു. ആമേൻ. അതുവരെയും ഞാൻ പറഞ്ഞല്ലോ, അനുകൂലമായവരൊക്കെ പ്രതികൂലമായി പോയി. ഹല്ലേലൂയ. ആമേൻ. ഏറ്റവും അനുകൂലമായി നിൽക്കേണ്ടവർ പ്രതികൂലമായി. ആമേൻ. ഏകദേശം ഇയ്യോബിന്റെ അനുഭവം എന്താണോ അതുപോലെ തന്നെ എന്റെ ലൈഫ് മാറി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, ചില വർഷങ്ങൾ കഠിനമായ ശോധനയിലൂടെ ആമേൻ ദൈവം എന്നെ കൊണ്ടുപോയി. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പറയുന്നു ദൈവമക്കളെ, തീച്ചൂളയുടെ ചൂട് കൂടിയപ്പോ എനിക്ക് എന്റെ നാഥനെ കാണാൻ പറ്റി. തീച്ചൂളക്കകത്തിരിക്കുന്ന നാലാമനായി ഇറങ്ങി വരുന്നവനെ കാണാൻ എന്റെ ജീവിതം കൊണ്ട്, എന്റെ ലൈഫ് കൊണ്ട്, എന്റെ ദൈവത്തെ കാണാൻ. ഹല്ലേലൂയ. എല്ലാ തോൽവികൾക്കും നന്ദി ദാതാ, എല്ലാ പരാജയങ്ങൾക്കും നന്ദി ദാതാ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എന്റെ ദൈവത്തെ കാണാൻ, എന്റെ ദൈവത്തെ കൂടുതൽ ഉരിച്ചറിയാൻ എന്റെ ലൈഫിനകത്തെ ചില പരാജയങ്ങൾ അതിന് കാരണമായി തീർന്നു. ഞാൻ എപ്പോഴും പറയും, ചിലത് പരാജയം എന്റെ ലൈഫിൽ സംഭവിച്ചത് എന്റെ നാഥനെ കാണാൻ.
എനിക്ക് ഉറപ്പുണ്ട് ഒരു കാലത്ത് ഇയ്യോബിന്റെ മേൽ സംഭവിച്ചെങ്കിൽ അവൻ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഒരു മുൻകാലത്തേക്കാൾ ഒരു പിൻകാലം നിനക്ക് വേണ്ടി ദൈവം നിയമിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ തകർച്ചയ്ക്കകത്തൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ വിഷയത്തിനകത്തൂടെ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മേലൊരു പിൻകാലമുണ്ടെന്ന്, അവൻ നിങ്ങളുടെ മേലൊരു പുനർകാലമുണ്ടെന്ന്, വീണ്ടും ചിലരെ ജനിപ്പിക്കുന്ന, വീണ്ടും ചിലരെ പുറത്തു കൊണ്ടുവരുന്ന പുതിയ കാലഘട്ടം നിങ്ങൾക്കുണ്ട്, പുതിയ സീസൺ നിങ്ങൾക്കുണ്ട്. യോബിന്റെ പോലെ ഒരു സീസൺ നിങ്ങൾക്കുണ്ട്. രാത്രിയിൽ അത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ, ആമേൻ. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യട്ടെ. ആമേൻ. ഇന്ന് കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യാൻ വിശ്വസിക്കുന്നു. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആമേൻ. ദൈവം വിശ്വസ്തനാണ്. ആമേൻ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ദൈവം വിശ്വസ്തനാണ്. ആമേൻ. ഈ ദിവസങ്ങളിൽ, ഈ നാളുകളിൽ ആമേൻ, കർത്താവ് എന്റെ മേൽ തന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളുടെ മേൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ആ ചിന്തയുമായി ബന്ധപ്പെട്ട ഒരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം, ആമേൻ, അതിന്റെ 32-ാമത്തെ വാക്യം. 32-ാമത്തെ വാക്യം. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനത്തെ ഓർ ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ആമേൻ, 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 ആമേൻ. ഈ ദിവസങ്ങളിൽ, ഈ നാളുകളിൽ കർത്താവ് എന്റെ മനസ്സിലേക്ക് തന്ന ഒരു ചിന്ത, ആമേൻ, സ്പിരിച്വൽ വേൾഡിനകത്തുള്ളത്, സ്പിരിച്വൽ വേൾഡിനകത്തുള്ളത്, ആമേൻ, നമ്മൾ ഫിസിക്കലി കാണുന്ന രീതിയിൽ, ആമേൻ, ഫിസിക്കലി കാണുന്ന രീതിയിൽ കർത്താവ് വെളിപ്പെടുത്തുന്ന സീസണാണ്. ആമേൻ. ഒന്നുകൂടെ ഞാൻ പറയാം. സ്പിരിച്വൽ വേൾഡിനകത്തുള്ളത്, ആമേൻ, നമ്മൾ ഫിസിക്കലി കണ്ണുകൊണ്ട് കാണുന്ന രീതിയിൽ വെളിപ്പെടുന്ന ഒരു സീസണാണ് നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. ശ്രദ്ധിക്കണമേ. ആമേൻ. യോഹന്നാൻ കണ്ണുകൊണ്ട് കാണുകയാണ് യേശുക്രിസ്തു യോർദാൻ നദിയിൽ സ്നാനമേൽക്കുമ്പോൾ, ആമേൻ, സ്വർഗം തുറക്കുന്നു. ആമേൻ. ആത്മാവ് ഒരു പ്രാവ് പോലെ, അതെ, ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ്, സ്പിരിച്വൽ വേൾഡിനകത്തുള്ള ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ് ഇതാ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഭൂമിയിലേക്ക് വരികയാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര മഹത്വകരമായ കാര്യമാണെന്ന് അറിയാമോ? സ്പിരിച്വൽ വേൾഡിനകത്തുള്ളത് ഇതാ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ, ആമേൻ. അത് വിശ്വസിക്കുന്നവർ അടയാളമായി സംഭവിക്കും. ആമേൻ. ഞാനിത് പറയുമ്പോ ഇതിന്റെ പുറകിൽ ശക്തമായ സാക്ഷ്യങ്ങൾ എന്റെ പുറകിലുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോ, ആമേൻ, നമുക്ക് കാണാൻ കഴിയും, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം, ആമേൻ, ആമേൻ, ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, സകലം അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അതെ, വചനം ജഡമായി ഭൂമിയിലേക്ക് വന്നു എന്ന് വെച്ചാൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരികയാണ്. സ്പിരിച്വൽ വേൾഡിനകത്തുണ്ടായിരുന്നവൻ, പിതാവിനോട് കൂടെ ഉണ്ടായിരുന്നവൻ, പിതാവിനോട് കൂടെ വസിച്ചവൻ, ഇതാ ഈ ഫിസിക്കൽ വേൾഡിനകത്തേക്ക് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. യോഹന്നാൻ അത് കണ്ണുകൊണ്ട് കണ്ടു. ആമേൻ. അവൻ പറഞ്ഞു, തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അതെ, ആമേൻ, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആമേൻ. യോഹന്നാൻ കണ്ടുകൊണ്ട് പറയാണ്, കണ്ണുകൊണ്ട് കണ്ടു പറയുകയാണ്, അവൻ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ നമ്മുടെ മുമ്പിലൂടെ നടക്കുകയാണ്, ഇതാ നിന്റെ മുമ്പിലൂടെ നടക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. കാലഘട്ടങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചന ശബ്ദം
അവൻ അവൻ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെട്ടു വരും. അവൻ കാലഘട്ടങ്ങൾ മുമ്പ് പ്രവാചകന്മാർ പറഞ്ഞ ശബ്ദം, യഹൂദന്മാർ വിശ്വസിച്ച ശബ്ദം, അവൻ യഹൂദന്മാർ വിശ്വസിച്ചത്, അതെ, ഒരു മശിഹ വരുന്നുണ്ട്. അതെ, ആ മശിഹയെ ഇവർ മുഖാമുഖം കണ്ണുകൊണ്ട് കാണുകയാണ്. അവൻ ഈ ദിവസങ്ങളിൽ ഈ വചനത്തെ ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ ചിലതിനെ മുഖാമുഖം കാണുന്ന ഒരു സീസണാണെന്ന് ഇന്ന് പകലാത്മാവിൽ ഇതിനെ സ്വീകരിക്കാൻ ആരൊക്കെ റെഡിയാണ്? നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ അവൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരുന്ന സീസണാണെന്ന്. ഓ ശബലബ തുരബലബലബ ശകരിയാലബ ലാംദന റീഫലബ ശാഖാരിയാലബലബ ശാഖാരബലബലബ. ഇത് എത്ര പേർ വിശ്വസിക്കുന്നു? ഇത് എത്ര പേർ ആഗ്രഹിക്കുന്നു? അപ്പ സ്പിരിച്വൽ വേൾഡിനകത്തുള്ളത് അതിനെ ചിലതിനെ മുഖാമുഖം കാണുന്ന അവൻ യാക്കോബ് ദൂതനോട് മല്ല് പിടിച്ചതുപോലെ അവൻ പറഞ്ഞു, അയ്യോ, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടുപോയല്ലോ. ഹല്ലേലൂയ. ഇങ്ങനത്തെ അനുഭവങ്ങൾ, ഇങ്ങനത്തെ എക്സ്പീരിയൻസുകൾ, ദൈവിക എൻകൗണ്ടറുകളെ ഈ സീസണുകളിൽ ആത്മ വായിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. നമുക്കളെ, ആമേൻ. അബ്രഹാമിന്റെ ഭവനത്തിൽ അവന്റെ വാഗ്ദത്തത്തിന്റെ സമയമായപ്പോ, അതെ, വാഗ്ദത്തത്തിന്റെ സമയമായപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ കയറി വന്നു. ആമേൻ, ഹല്ലേലൂയ. ഇത് വിശ്വസിക്കാമോ? ഇതറിയാമോ? ആമേൻ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ആമേൻ. ഒന്നുകൂടെ പറയാം. കാലഘട്ടങ്ങൾ കൊണ്ട് പ്രതീക്ഷിച്ചിരുന്ന വാഗ്ദത്തം, കാലഘട്ടങ്ങൾ കൊണ്ട് എക്സ്പെക്ട് ചെയ്ത വാഗ്ദത്തം, കാലഘട്ടങ്ങൾ കൊണ്ട് ആഗ്രഹിച്ച വാഗ്ദത്തം, അതിന്റെ ടൈം ആയപ്പോൾ, ഒന്നുകൂടെ പറഞ്ഞാൽ നിന്റെ വിടുതലിന്റെ സീസൺ ആകുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് മുഖാമുഖമായി, സ്പിരിച്വൽ വേൾഡിനകത്തുള്ളത് നിനക്ക് മുഖാമുഖമായി അത് വെളിപ്പെട്ടു വരും. നിന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന രീതിയിൽ, നിന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന രീതിയിൽ അത് നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. എന്തിനെന്നറിയാമോ? അവൻ നീ കാത്തിരുന്ന വാഗ്ദത്തത്തെ, നീ കൊതിച്ചിരുന്ന വിടുതലിനെ നിനക്ക് വേണ്ടി തുറന്നു തരാൻ, അടഞ്ഞതിനെ തുറന്നു തരാൻ, അടച്ചതിനെ തുറന്നു തരാൻ യേശുവിന്റെ നാമത്തിൽ അടഞ്ഞ മേഖലകൾ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ചില തുറന്നു വരിക. ഇപ്പോൾ ചില തുറന്നു വരട്ടെ. അത് വിശ്വസിക്കുന്നവർ സംഭവിക്കട്ടെ. അത് വിശ്വസിക്കുന്നവർക്ക് അടയാളമായി, അത് വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയായി. ആമേൻ. അത് നിങ്ങൾ അവൻ കണ്ണുകൊണ്ട് കാണാൻ പോകുകയാണ്. നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പോകുകയാണ്. നിങ്ങളുടെ അത്ഭുതങ്ങളെ നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പോകുകയാണ്. അത് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. കാലഘട്ടങ്ങൾ കൊണ്ട് കാത്തിരുന്ന നന്മ, അതെ, പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചന ശബ്ദം എന്താണ്? ഒരു മശിഹ വരുന്നു. അതെ, ഒരു മശിഹ വരുന്നു. യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു. അതെ, ഇവിടെ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന്, എന്തിനവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന്, ദൈവജനത്തിന് വെളിപ്പെടേണ്ടതിന്, ദൈവമഹത്വം ദൈവജനത്തിന് വെളിപ്പെടേണ്ടതിന്, ആമേൻ, സ്പിരിച്വൽ വേൾഡിനകത്തുള്ളത് ഇതാ ഫിസിക്കലി വെളിപ്പെടുകയാണ്. ആമേൻ. ഗിദെയോന്റെ മുമ്പിൽ ആമേൻ അവന്റെ കണ്ണിന് മറഞ്ഞ ദൈവദൂതൻ ആമേൻ അവനോട് പറഞ്ഞു, പരാക്രമശാലിയെ എഴുന്നേൽക്കുക. ആമേൻ. എന്നിട്ട് ദൂതൻ അവന്റെ കണ്ണിന് മുമ്പിൽ മറഞ്ഞു. കണ്ണിന് മുമ്പിൽ മറഞ്ഞെങ്കിൽ കണ്ണിന് മുമ്പിൽ വെളിപ്പെട്ടു. ഇന്ന് പകൽ ഇതിനെ റിസീവ് ചെയ്യാൻ കണ്ണിന് മുമ്പിൽ ദൂതൻ വെളിപ്പെടും. നിന്റെ വിഷയത്തിന് മുമ്പിൽ ദൂതൻ നിന്റെ കണ്ണിന്റെ മുമ്പിൽ മുഖാമുഖം നീ സംസാരിക്കുന്ന ഫേസ് ടു ഫേസ്, നീ ദൂതനോട് സംസാരിക്കുന്ന ഫേസ് ടു ഫേസ് ദൈവിക എൻകൗണ്ടറുകളെ ഇന്ന് രാത്രിയിൽ അവൻ, ഇന്ന് പകൽ അവൻ ഉയരത്തിലുള്ളതിനെ അന്വേഷിക്കുന്നെങ്കിൽ, ഉയരത്തിലുള്ളതിനെ കൊതിക്കുന്നെങ്കിൽ, അവൻ ലോകത്തിനുള്ളതിനെ അല്ല, ഞാൻ ദൈവത്തിന്റെ ചെറുതിനെ അസാധാരണമായ അവൻ മഹത്വത്തെ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. അവൻ ദൂതനുമായി ദൈവിക എൻകൗണ്ടറുകൾ യേശുവിന്റെ നാമത്തിൽ അവൻ ദൂതൻ പറയും, പരാക്രമശാലിയെ എഴുന്നേൽക്കുക. അവൻ
ഞാൻ നിന്നോട് കൂടിയിരിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇത് വിശ്വസിക്കാൻ കഴിയുമോ ദൈവമക്കളെ? ഇത് വിശ്വസിക്കാൻ കഴിയുമോ? ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഇതിനെ വിശ്വസിക്കുന്നവർക്ക് മേൽ അടയാളമായി സംഭവിക്കും. ആമേൻ. ഞാനിത് പറയുമ്പോ ആമേൻ, ഏറ്റവും അധികം ഏഞ്ചലിക് എൻകൗണ്ടറുകൾ ബൈബിളിനകത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം ഏഞ്ചലിക് എൻകൗണ്ടറുകൾ, ഒന്നുകൂടെ പറഞ്ഞാൽ സ്പിരിച്വൽ വേൾഡിനകത്ത് നിന്നും ഇതാ ദർശനത്തിലൂടെ, സ്വപ്നത്തിലൂടെ, അതോ മുഖാമുഖം കാണുന്ന രീതിയിലോ ഏഞ്ചലിക് എൻകൗണ്ടറുകൾ. ഏഞ്ചലിക് എന്ന് പറയുന്നത് അവൻ എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ നമുക്ക് വേണ്ടി അയച്ചിരിക്കുന്ന നമ്മുടെ സേവക ആത്മാക്കളാണ്. ആമേൻ. ദൈവം നമുക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്ന, ദൈവം നമുക്ക് വേണ്ടി നിയോഗിക്കുന്ന, നമ്മളെ ശുശ്രൂഷിക്കാൻ നിയോഗിക്കുന്ന, ആമേൻ, നമ്മുടെ സേവക ആത്മാക്കളാണ്, നമ്മളെ സേവിക്കാൻ. ആമേൻ. സ്പിരിച്വൽ വേൾഡിനകത്ത് നിന്ന് ദൈവം അയക്കുന്ന വ്യക്തികളാണ്, ജീവികളാണ് ദൈവത്തിന്റെ ദൂതന്മാർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ബൈബിളിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ആമേൻ, ഏറ്റവും അധികം എൻകൗണ്ടറുകൾ നമ്മുടെ ലൈഫിനകത്ത് ആമേൻ ബൈബിളിൽ സംഭവിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചോണം. ആമേൻ. ഹാഗാറിന്റെ മുമ്പിൽ ആമേൻ, ആമേൻ, ഹാഗാറിന്റെ തലമുറയുമായി ബന്ധപ്പെട്ട് ആമേൻ, ദൈവത്തിന്റെ കരുതലിനെ കാണിച്ചു കൊടുക്കാൻ നിന്റെ കണ്ണ് തുറന്ന് നീ നോക്കണം. നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതിയതിനെ ആമേൻ കാണിച്ചു കൊടുക്കാൻ ദൂതൻ ഇറങ്ങി വന്നു. അതെ, തലമുറയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ദൂതൻ ഇറങ്ങി വരികയാണ്. ഓ ശബലവ. ഞാൻ വീണ്ടും ആത്മാവിൽ ആരോടൊക്കെ പ്രവചിക്കുന്നു, തലമുറയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ദൂതൻ ഇറങ്ങി വരികയാണ്. അബ്രഹാമിന്റെ മുമ്പിൽ ദൂതൻ വന്നു. എന്റെ അടുത്ത തലമുറയുമായി ബന്ധപ്പെട്ട് അബ്രഹാമിന്റെ മുമ്പിൽ ദൂതൻ ഇറങ്ങി വന്നു. ഓ ഷാബാബാബ. അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് അവന്റെ മുഖാമുഖം കാണുന്ന രീതിയിൽ, അവന്റെ കണ്ണുകൊണ്ട് കാണുന്ന രീതിയിൽ ദൂതൻ ഇറങ്ങി വന്നു. അതെ, മനോഹയുടെ ഭാര്യയുടെ മുമ്പിൽ തലമുറയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മനോഹയുടെ ഭാര്യയുടെ മുമ്പിൽ ദൂതൻ ഇറങ്ങി വന്നു. അവൻ സഖറിയാവിന്റെ മുമ്പിൽ തലമുറയുമായി ബന്ധപ്പെട്ട് അടുത്ത തലമുറ, അത് യേശുവിന് വഴിയൊരുക്കാൻ അവൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ച അവൻ ഏറ്റവും വലിയവനായി യോഹന്നാൻ സ്നാപകന്റെ ജനനത്തിന് മുമ്പേ ഇതാ സഖറിയാവിന്റെ മുമ്പിൽ അവൻ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു. അവൻ മറിയയുടെ മുമ്പിൽ യേശുവിന്റെ ജനനത്തിന് മുമ്പേ ഇറങ്ങി വന്നു. അത് തലമുറകളുമായി ബന്ധപ്പെട്ട വിഷയത്തിന് മുമ്പിൽ ദൂതന്മാർ ഇറങ്ങി വരും. അവൻ ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ, അവൻ നിങ്ങളുടെ വിഷയത്തിന് മുമ്പിൽ, നിങ്ങളുടെ തലമുറകളുടെ വിഷയത്തിന് മുമ്പിൽ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ, നിങ്ങൾ കരയുന്നെങ്കിൽ, അവൻ ദൈവിക ഏഞ്ചലിക് എൻകൗണ്ടറുകൾ, ദൈവിക ഏഞ്ചലിക് വിസിറ്റേഷനുകൾ അവൻ നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് ദൂതന്മാർ കയറി വരും. ഇത് എത്ര പേര് വിശ്വസിക്കുന്നു എനിക്കറിയത്തില്ല. എത്ര പേര് ഇത് കാണുന്നു, എത്ര പേര് ഇത് വിശ്വസിക്കുന്നു, ഈ ദൈവവചനത്തെ എത്ര പേര് വിശ്വസിക്കുന്നു, എത്ര പേര് ആമേൻ സ്വീകരിക്കുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ 2023 ആമേൻ ഞാൻ യാത്ര ചെയ്യുമ്പോ, ആമേൻ, ഒരു ദിവസം രാത്രിയിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്റെ സിസ്റ്ററിന്റെ ഭവനത്തിനകത്തേക്ക്, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ചള്ളപ്പട്ട എന്ന് പറയുന്ന സ്ഥലം, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും സ്ഥലം. ആമേൻ. അഞ്ചൽ കഴിഞ്ഞ് ചള്ളപ്പട്ട എന്ന് പറയുന്ന സ്ഥലത്തിനകത്തേക്ക് ഞാൻ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ എന്റെ കാറിനകത്ത് എന്റെ കുഞ്ഞുങ്ങളും എന്റെ മാമയുമായിട്ട് ഞാൻ യാത്ര ചെയ്യുമ്പോൾ രാത്രി ഏകദേശം 11:30 കഴിഞ്ഞു. ഞാൻ ആ പോകുന്ന പ്രദേശം കുറച്ച് ആമേൻ ഒരു ഉൾവനം പോലൊക്കെ ഉള്ള കുറച്ച് പ്രദേശമാണ്. ആമേൻ, ആമേൻ. സാധാരണ രീതിയിൽ എനിക്ക് അങ്ങനെ ഒരു ഭയം ഒന്നും തോന്നുകയല്ല. പക്ഷെ അന്ന് രാത്രി എന്തോ ഒരു ഭയം പെട്ടെന്ന് എന്റെ മേൽ കയറി വന്നു. ഒരു ഭയം. ആമേൻ. എന്തെന്നറിയത്തില്ല. മുമ്പിൽ വാഹനമില്ല, പുറകിൽ വാഹനമില്ല, ചുറ്റുമെന്നും വീടുകളില്ല. ആമേൻ. രാത്രി ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിനകത്തേക്ക് ഒരു ഭയം കയറി വന്നു. ആമേൻ. അല്പനേരം കഴിയുമ്പോൾ ദൈവമക്കളെ ഞാൻ പറയട്ടെ, ആമേൻ, എന്റെ കാറിന്റെ സൈഡിലൂടെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആമേൻ. ഒരു വെള്ള നിറമുള്ള ഒരു ബേർഡിനെ പോലെ ഷേപ്പുള്ള ആമേൻ ഒരു സാധനം പറന്നു പോവുകയാണ്. ആമേൻ, ഹല്ലേലൂയ.
അത് കണ്ടാൽ പറക്കുവാണെന്ന് തോന്നുമെങ്കിൽ നമുക്ക് സ്വിമ്മിങ് ചെയ്യുന്നവർ നമുക്ക് ഫീൽ ചെയ്യും. വളരെ വേഗത്തിലാണ് പോകുന്നത്. ഈ എന്താ പറയാ, നമ്മുടെ ഈ യുദ്ധവിമാനങ്ങൾ പറക്കുന്ന ആ ഫോഴ്സിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിങ്ങനെ കണ്ണിലൂടെ ഇങ്ങനെ പറന്നു പോവുകയാണ്. ഞാൻ ആദ്യം നോക്കുമ്പോൾ എന്റെ റൈറ്റ് സൈഡിലാണ് എന്റെ കണ്ണിൽ ഇങ്ങനെ പറന്നു പോകുന്നു. ആമേൻ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ അത് ലെഫ്റ്റ് സൈഡിലൂടെ പറന്നു പോകുന്നു. ആമേൻ. ശ്രദ്ധിക്കണേ മക്കളെ, എന്റെ റൈറ്റ് സൈഡിലൂടെ പറക്കുന്നു, മറ്റൊന്ന് എന്റെ ലെഫ്റ്റ് സൈഡിലൂടെ പറക്കുന്നു. ആമേൻ. അല്പനേരം കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്റെ കാറിന് ഒരു 10 അടി മുകളിലായിട്ട് ഇവര് പറക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഒരു 15 മിനിറ്റോളം ഇവരെനിക്ക് മുമ്പായി പറന്നു. ആമേൻ. ഒരു 15 മിനിറ്റോളം ഇവരെനിക്ക് മുമ്പായി പറന്നു. ആമേൻ. ഞാൻ എന്റെ സിസ്റ്ററിന്റെ ഭവനത്തിനകത്ത് ചെന്നു. ഞാൻ തിരിച്ചറിഞ്ഞ. ആമേൻ. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ശരിക്കും ബോധ്യമായത്. ആമേൻ. ദൈവത്തിന്റെ വചനത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് മുമ്പായി ഞാൻ ദൈവത്തിന്റെ ദൂതന്മാരെ അയക്കുമെന്ന്. ആമേൻ. ഹല്ലേലൂയ. മക്കളെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ആമേൻ. ഞാൻ ഈ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം അത് സത്യമാണെന്ന്, അത് ഇറങ്ങി വരുമെന്ന് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഞാനിത് പറയുമ്പോൾ ഞാൻ ഒരു വചനം പറയുമ്പോഴും എന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറയുന്നത്, എന്റെ ലൈഫ് കണ്ടത് ഞാൻ പറയുന്നത്. മക്കളെ, ആമേൻ, ഇത് നിങ്ങളുടെ മുമ്പിൽ കാണും. ആമേൻ. ഈ വചനം നിങ്ങളുടെ മുമ്പിൽ ആക്ട് ആകും. ഞാൻ വീണ്ടും പറയട്ടെ, എന്റെ കഠിനമായ ശോധനയ്ക്കകത്തൂടെ ഞാൻ പോകുമ്പോ, എന്റെ കഠിനമായ പ്രശ്നത്തിനകത്തൂടെ ഞാൻ പോകുമ്പോ, ആമേൻ, പല സാഹചര്യങ്ങളിലും എന്റെ സ്വപ്നത്തിനകത്ത് എന്നെ ഉറപ്പിച്ച ആമേൻ ദൈവിക എൻകൗണ്ടറുകൾ അനവധിയാണ്. ആമേൻ. ഇതിന് സമയമില്ല പറയാൻ. അനവധിയാണ്. ആമേൻ. അതാണ് എന്നെ ഇന്ന് നിർത്തിയിരിക്കുന്നത്. ഈ വചനം മാനിഫെസ്റ്റ് ആകുമെന്ന് എന്റെ ലൈഫിൽ ദൈവം തെളിയിച്ചതാണ്. ഒട്ടനവധി സംഭവത്തിനകത്തൂടെ, ഒട്ടനവധി കാര്യത്തിനകത്തൂടെ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ഈ വചനം കേൾക്കാൻ കൊതിയോടിരിക്കുമ്പോൾ നിങ്ങളിത് വിശ്വസിക്കുമെങ്കിൽ, നിങ്ങളിത് വിളിച്ചു പറയുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അത് സൃഷ്ടിക്കപ്പെടും. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി അത് സൃഷ്ടിക്കപ്പെടും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവശക്തി ഇന്ന് പകൽ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്, നിങ്ങളുടെ മധ്യ വ്യാപരിക്കുന്നുണ്ട്. അവൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോ ഇറങ്ങി വന്നതുപോലെ ചില അത്ഭുതകരമായ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്നത് പോലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ആമേൻ, ആമേൻ, ഈ മാസം സെപ്റ്റംബർ മാസം, ആമേൻ, 9-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം ഏകദേശം 7 മണി കഴിഞ്ഞപ്പോ, ആമേൻ, ഹല്ലേലൂയ, ഏകദേശം 7 മണി 7:15 എടുക്കുമ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോ, ആമേൻ, പുറത്തുനിന്ന് എന്റെ കുഞ്ഞുങ്ങൾ വിളിച്ചു, പപ്പ ഓടിവാ പപ്പ, എന്തോ ഈ വീടിന് ചുറ്റും കിടന്ന് കറങ്ങുന്നു. ആമേൻ. ഹല്ലേലൂയ. എന്തോ വീടിന് ചുറ്റും കിടന്ന് കറങ്ങുന്നു. ഞാൻ നോക്കിയപ്പോ ദൈവമക്കളെ, അന്ന് ഞാൻ കണ്ടത് 2 പേരെയാണ്. ഇപ്പോൾ ഞാൻ കാണുന്നത് ഏകദേശം 20-ൽ പരം അവൻ ദൂതന്മാർ എന്റെ ഭവനത്തിന് ചുറ്റും റൗണ്ട് ചെയ്യുകയാണ്. ഹല്ലേലൂയ. എന്റെ ഭവനത്തിന് ചുറ്റും റൗണ്ട് ചെയ്യുകയാണ്. അവരിങ്ങനെ ചുറ്റും കറങ്ങുകയാണ്. ഹല്ലേലൂയ. അവൻ ഇങ്ങനെ റൗണ്ട് വലിച്ചുകൊണ്ടിരിക്കുക. അവൻ അല്പം ഏകദേശം 20 മിനിറ്റോളം ഇവരിങ്ങനെ കറങ്ങി അവൻ ഓരോരുത്തരായി മേഘത്തിലേക്ക് മറഞ്ഞു. 1 by 1 മേഘത്തിലേക്ക് മറഞ്ഞു. അവൻ ഹല്ലേലൂയ. അവൻ ദൈവമക്കളെ, ഞാൻ മാത്രമല്ല കണ്ടു, എന്റെ കുഞ്ഞുങ്ങൾ കണ്ടു, എന്റെ മമ്മി കണ്ടു, ഞാൻ കണ്ടു, ഇവിടെ എന്റെ ഉടനെ ഈ വീട്ടിലുള്ള എല്ലാവരും മുഖാമുഖമായി കണ്ടുകൊണ്ട് ാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ എന്റെ വീഡിയോ എടുത്തു, നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നത്, ഈ വചനം നിവർത്തീകരിക്കപ്പെടുന്നതാണ്. ഈ വചനം മാനിഫെസ്റ്റ് ആകുന്നതാണ്. ഈ വചനം ഇന്നും ഇറങ്ങി വരുന്നതാണ്, കണ്ണുകൊണ്ട് കാണുന്ന രീതിയിൽ. ഓ ഷാബാബാബ, നിങ്ങളുടെ മേൽ ഞാനിത് പറയുമ്പോ ഇതാരൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില ആഗ്രഹങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ഇടുകയാണ്. ഈ ദിവസങ്ങൾ ഏച്ചരിക്കാൻ എൻകൗണ്ടറുകൾ, ഈ ദിവസങ്ങൾ യേശുവുമായി ചില എൻകൗണ്ടറുകൾ അത് നിങ്ങളുടെ ലൈഫിനകത്ത് സംഭവിക്കും. ഹല്ലേലൂയ. നമുക്ക് ഇത് എന്തിനാ വരുന്നെന്ന് അറിയാമോ? നിങ്ങളെ ഉറപ്പിക്കാനാണ്. നിങ്ങൾ ഇവിടെ തളർന്നു പോകാനല്ല. അവൻ ഏലിയാവിന്റെ മുമ്പിൽ ദൂതൻ വെളിപ്പെടുന്നത് എന്തിനാണെന്നറിയാമോ? നിനക്കൊരു അടുത്ത കാലഘട്ടമുണ്ട്. ഈ സഭ നിന്നെ പേടിപ്പിക്കും. അതിന്റെ മുമ്പിൽ നീ തീർന്നു പോകാനുള്ളതല്ല. നിനക്കൊരു അടുത്ത കാലഘട്ടമുണ്ട്, നിനക്കൊരു അടുത്ത സീസൺ ഉണ്ട്. നീ എഴുന്നേൽക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. യഹോവയുടെ തേജസ്സ് നിന്റെ മേൽ.
അവൻ ദൈവത്തിന്റെ ദൂതന്മാർ എന്തിനാ വരുന്നത് അറിയാമോ? നിങ്ങളെ ഉറപ്പിക്കാനാണ്. ദാനിയേലിന്റെ മുമ്പിൽ ഇറങ്ങി വന്നു. അവൻ ദാനിയേലെ, നീ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുക. ഓ ശാബാബാബ, നിങ്ങളെ നിവർത്തി അവൻ നിങ്ങളെ തലയെടുപ്പോടെ അവൻ നിർത്തുക. എവിടേക്കെങ്കിലും നിങ്ങൾ ലജ്ജിച്ചു പോയെങ്കിൽ, എവിടെയെങ്കിലൊക്കെ നിങ്ങൾ തലകുരിച്ചു പോയെങ്കിൽ, നിങ്ങളുടെ തലയെ ഉയർത്താൻ ഞാൻ ഇന്ന് പ്രഖ്യാപിക്കുമ്പോൾ, ഇന്ന് പറയുമ്പോൾ നിങ്ങളുടെ മേൽ ഇത് ആക്റ്റാവുകയാണ്. ഇത് വിശ്വസിക്കുമ്പോൾ അടയാളമായി, വിശ്വസിക്കുമ്പോൾ ദൈവശക്തിയായും ആമേൻ. അത് സംഭവിക്കും, അത് സംഭവിക്കും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഈ വചനം സത്യമാണെന്ന്, ഞാൻ ഇറങ്ങിയത് വെറുതെ അല്ലെന്ന് ദൈവം എനിക്ക് 100 തവണ, പല തവണ ദൈവം എന്നെ കാണിച്ചു തന്നു. ആമേൻ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണ ദൈവങ്ങൾ, നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു. ആമേൻ, ആമേൻ. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് പ്രാവ് പോലെ, പരിശുദ്ധാത്മാവ്, സ്പിരിച്വൽ വേൾഡിനകത്തുള്ള ദൈവത്തിന്റെ ആത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വരികയാണ്. അവന്റെ കണ്ണുകൊണ്ട് ഇവൻ കാണുകയാണ്. അവൻ സ്വപ്നം കണ്ടതല്ല, അവൻ ദർശനം കണ്ടതല്ല, അവന്റെ കണ്ണുകൊണ്ട് കാണും, കണ്ണുകൊണ്ട് കാണും. നിങ്ങളത് കണ്ണുകൊണ്ട് കാണും. നിങ്ങളത് കണ്ണുകൊണ്ട് കാണും. ഉയരത്തിലുള്ളതിനെ പ്രതീക്ഷിക്കുക, ഉയരത്തിലുള്ളതിനെ കാണുക, ഉയരത്തിലുള്ളതിനെ പ്രതീക്ഷിക്കുക, വൻ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക. അടുത്ത സീസണുകളെ തുറക്കുന്നു, അടുത്ത സീസണുകളെ തുറക്കുന്നു. ഇതിനകത്തിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷക്തന്മാരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, അടുത്ത സീസണുകളെ തുറക്കുന്നു. ആമേൻ. കൊർന്നല്യോസിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു. ആമേൻ. ഞാൻ പറയേണ്ട ദൈവങ്ങളെ, ഏഞ്ചലിക് എൻകൗണ്ടർ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ആമേൻ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും അധികം ഒന്നാണ്, ആമേൻ, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം, ആമേൻ, ഏഞ്ചലിക് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യും. ആമേൻ. എന്നൂടെ പറയാം, ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച്, ദൈവത്തിന്റെ ഓർഡർ അനുസരിച്ച് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ ദൂതന്മാർ, നിങ്ങളെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ ദൂതന്മാർ വരുന്നത്. ആമേൻ. കൊർന്നല്യോസിന്റെ മുമ്പിൽ കൃത്യം അഡ്രസ് പറഞ്ഞ് നീ ഇന്നടത്തേക്ക് ആളെ അയക്കാം, നിന്റെ അടുത്തേക്ക് നീ അന്ന ആളുമായി കണക്ട് ആകുക എന്ന് കൃത്യമായി അഡ്രസ് പറഞ്ഞ്, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദൂതൻ വെളിപ്പെട്ടു വന്നു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ശ്രദ്ധിക്കണമേ, ശ്രദ്ധിക്കണമേ. കൊർന്നല്യോസ് ആരുമായി കണക്ട് ആകാൻ പോകുന്ന അറിയാമോ? ആ എൻകൗണ്ടർ, ആ ഏഞ്ചലിക് വിസിറ്റേഷൻ ഇവനെ നയിച്ചത് യേശുവിന്റെ പ്രധാന ശിഷ്യനായ പത്രോസിലേക്കാണ്. ആമേൻ. യേശുവിന്റെ പ്രധാന ശിഷ്യനായ പത്രോസിലേക്കാണ്. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനകളും അതിന്റെ കൂടെ നിങ്ങൾ, അവൻ കൊർന്നല്യോസിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ സന്നിധിയിലെത്തി. ഹലോ, കൊർന്നല്യോസിന്റെ പ്രാർത്ഥനയും ധർമ്മവും, അവൻ സാധുക്കളെ സഹായിക്കുന്നവനായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, പ്രാർത്ഥിക്കുന്നവരും സാധുക്കളെ സഹായിക്കുന്നവരും മറ്റുള്ളവരുടെ വിഷമത്തിൽ അവരെ ചേർത്ത് പിടിക്കുന്നവരും, ആമേൻ, അത് യേശുവിന്റെ ഹൃദയമുള്ളവനാണ്. ആമേൻ. യേശുവിന്റെ ഹൃദയമുള്ളവനാണ്. ആമേൻ. യേശുവിന്റെ ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ, ആമേൻ, ഒരു വ്യക്തിയുടെ നന്മ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു വ്യക്തിയെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നെങ്കിൽ, ഒരു വ്യക്തിയുടെ പ്രശ്നം നിങ്ങളെ പ്രശ്നമായി നിങ്ങൾ ഏറ്റെടുക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, അത് യേശുവിന്റെ ഹൃദയമാണ്, അത് യേശുവിന്റെ മൈൻഡാണ്. അത് ദൂതന്മാരെ നിങ്ങളിലേക്ക് കൊണ്ടുവരും. അടുത്ത സീസണുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും. ആമേൻ, ആമേൻ. ശ്രദ്ധിക്കണേ, കൊർന്നല്യോസിന്റെ ഭവനത്തിനകത്തേക്ക് ദൂതൻ കയറി വന്നു. ആമേൻ. ഇത് കണക്ട് ആകുന്നത് പത്രോസുമായിട്ടാണ്. യേശുവിന്റെ പ്രധാന ശിഷ്യനായ പത്രോസുമായി കണക്ട് ആവുകയാണ്. നോക്കിക്കോണേ, സാധാരണ ഒരു മനുഷ്യനായിരുന്ന ഒരു പുറംജാതിക്കാരനായ മനുഷ്യൻ, ആമേൻ, യേശുവിന്റെ പ്രധാന ശിഷ്യനായ
പത്രോസുമായി കണക്ട് ആകുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ ഹയർ റിലോവുമായി, ഹയർ അനോയിന്റിങ്ങുമായി അവനിത് കണക്ട് ആവുകയാണ്. ഹയർ അനോയിന്റിങ്ങുമായി, ഹയർ റിലോവുമായി ദൈവത്തിനെ കണക്ട് ചെയ്യുകയാണ്. ഇതിനകത്തിരിക്കുന്ന അഭിഷക്തന്മാരോട് ഞാൻ പറയുകയാണ്, ഈ സീസണുകളിൽ നിങ്ങളെ ഹയർ അനോയിന്റിങ്ങിലേക്ക്, ഹയർ സ്പിരിച്വൽ റലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കയറ്റുന്ന ഡിവൈൻ കണക്ഷനുകളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു സീസൺ അത് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. ധാരക സ്വീകരിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളോട് പുതിയ കണക്ഷനുകൾ, പുതിയ ബന്ധങ്ങൾ, ഡിവൈൻ കണക്ഷനുകൾ പരിശുദ്ധാത്മാവ് നിങ്ങൾ തുറക്കുകയാണ്, നിങ്ങളെ അതിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ശ്രദ്ധിക്കണ ദൈവമക്കളെ, ഞങ്ങളുടെ ചർച്ചിനകത്ത് ആമേൻ ഞങ്ങൾ സഭ തുടങ്ങിയപ്പോ ആമേൻ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ തന്ന ഒരു ആശയം ഇതാണ്: നിങ്ങൾ യേശുവിന്റെ സ്നേഹത്തെ മാനിഫെസ്റ്റ് ചെയ്യണം, യേശുവിന്റെ സ്നേഹത്തെ നിങ്ങൾ കാണിക്കണം. ആമേൻ, ആമേൻ. ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ആശയം അതാണ്. ഞങ്ങളുടെ ഏറ്റവും അധികം ഞങ്ങൾ കൊതിച്ചിരുന്ന, പ്രത്യേകിച്ച് എന്റെ ചെറുപ്പകാലം മുതൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു ആമേൻ ഒരുപാട് പേരെ സഹായിക്കുക എന്നുള്ള പല കാര്യങ്ങൾ. അപ്പൊ അതിന്റെ ഭാഗമായി ഞങ്ങളുടെ സഭ ഒരു കാര്യം തീരുമാനിച്ചു. ഞങ്ങൾ തെരുവുകളിലുള്ള ചിലർക്ക് ഭക്ഷണം കൊടുക്കുക, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ സഭയായി ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഈ ആശയം ഞങ്ങളുടെ മേൽ കൊണ്ടുവന്ന് തന്നെ ഞങ്ങളുടെ സഭയ്ക്കകത്തുള്ള ഒരു സിസ്റ്ററാണ് ഇത് ഞങ്ങളുടെ മേൽ പറയുകയും, ഞങ്ങളുടെ മേൽ ഉണ്ടെങ്കിലും ഇതാണ്, ഈ സിസ്റ്ററാണ് ഇതിലേക്ക് ഈ ആശയം കൊണ്ടുവരുന്നത്. ആമേൻ. ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടെങ്കിലും അതിനുവേണ്ടി മുൻകൈ എടുത്ത് ഈ ആശയം കൊണ്ടുവരികയും ഇന്നും ആ സിസ്റ്റർ അത് എല്ലാ ശനിയാഴ്ചകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, പലർക്കും ആഗ്രഹമുണ്ട്, പക്ഷെ പലരും ഇതിലേക്ക് മുന്നോട്ട് ഇറങ്ങി വരത്തില്ല ചെയ്യാൻ. ആമേൻ, ചെയ്യാൻ ഇറങ്ങി വരത്തില്ല. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ആമേൻ, ആ സിസ്റ്ററിന്റെ പേര് ഞാൻ ഈ 2023 കഴിഞ്ഞതിന് ശേഷം ഞാൻ സഭയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത് ഏഞ്ചലിക് എൻകൗണ്ടറുകളെ പറ്റിയാണ് ഞാൻ കൂടുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ദൈവം എനിക്ക് തന്ന വെളിപ്പാടനുസരിച്ച് ദൈവം മനസ്സിലാക്കുന്നതനുസരിച്ച് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. 2 പ്രാവശ്യം ആമേൻ ഈ സിസ്റ്ററിന്റെ ആമേൻ റൂമിനകത്തേക്ക് ദൂതന്മാർ ഇറങ്ങി വന്നു, വലിയ വെളിച്ചമായി ഇറങ്ങി വന്നു. ആമേൻ. 2 പ്രാവശ്യം. ആമേൻ. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഈ സിസ്റ്ററിന്റെ മകൻ ഒരു വാഹനം ഓടിക്കുമ്പോൾ ഏകദേശം ചില മാസങ്ങൾക്ക് മുമ്പ് ആമേൻ ഒരു വലിയ അപകടത്തിനകത്ത് പെട്ടു, വലിയ ആക്സിഡന്റിനകത്ത് പെട്ടു. ആമേൻ. ഈ ആക്സിഡന്റ് കഴിഞ്ഞ് നോക്കുമ്പോ ഫ്രണ്ടിലിരുന്ന ഈ മകന് ഒരു പരിക്കുമില്ല, ഒരൊറ്റ പരിക്കുമില്ല. ആ വാഹനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കൂടിരുന്ന അതിനകത്തൊരു ഒരു പൈതൽ, അവൻ കുറച്ച് നാളുകളോളം കിംസ് ഹോസ്പിറ്റലിൽ അവൻ ICUലായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന പലർക്കും പല പരിക്കുകളും ആക്സിഡന്റിലും പറ്റി. പക്ഷേ ആമേൻ, കർത്താവിന് വേണ്ടി നിൽക്കുന്ന കുടുംബം, ആമേൻ, അനേകർക്ക് വേണ്ടി നിൽക്കുന്ന കുടുംബത്തിന് വേണ്ടി ദൂതന്മാർ സംരക്ഷണവുമായി ഇറങ്ങി നിൽക്കും. നീ ഏത് പ്രശ്നത്തിലാണെങ്കിലും, നീ ഏത് പ്രതിസന്ധിക്കകത്താ നിൽക്കുന്നെങ്കിലും, നീ പോലും അറിയാതെ നിന്നെ സംരക്ഷിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. നിനക്ക് ചുറ്റും പാളയമിറങ്ങി നിന്നെ വിടുവിക്കുന്ന, നിനക്ക് ചുറ്റും പാളയമിറങ്ങി നിന്നെ വിടുവിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരുണ്ടെന്ന് നീ വിശ്വസിക്കുക. ദൈവം അയക്കുന്നതാണ്, പരിശുദ്ധാത്മ വഹിക്കുന്നതാണ്, പരിശുദ്ധാത്മ നിയോഗിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ശബരബല ഹതരബ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ആമേൻ. 1-2 കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ആമേൻ. ഇറ്റനാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാർ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ പറഞ്ഞു, ഇതാ ആമേൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കടന്നു പോകുന്നു. ആമേൻ. അന്ത്രയോസും യോഹന്നാനും ആമേൻ ഇത് കേട്ടുകൊണ്ട് യേശുവിന്റെ പിന്നാലെ ചെന്നു. ആമേൻ, ആമേൻ. യേശുവിനോട് ചോദിക്കുകയാണ്, റബ്ബി, ആമേൻ, നീ എവിടെ പാർക്കുകയാണ്? ആമേൻ. അവൻ അവരോട് പറഞ്ഞു, വന്ന് കാണുക, വന്ന് അനുഭവിക്കുക. ആമേൻ. നിങ്ങൾ വന്ന് അനുഭവിക്കുക. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ അവൻ വസിക്കുന്ന ഇടത്ത് അവനോടുകൂടെ പാർത്തു.
അവനോടുകൂടെ സംസാരിച്ചു. ആമേൻ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, സ്പിരിച്വൽ വേൾഡിനകത്ത് പിതാവാം ദൈവത്തോട് കൂടെ ഇരുന്നവൻ, വചനം ജഡമായി വന്നവൻ, അവനോട് കൂടെ അന്ത്രയോസും യോഹന്നാനും മുഖാമുഖമായി സംസാരിക്കുകയാണ്. ആമേൻ. അന്ത്രയോസും യോഹന്നാനും അവന്റെ കൂടെ പാർക്കുകയാണ്. അയ്യോ ദൈവമക്കളെ, എത്ര മനോഹരമായ, എത്ര മഹത്വകരമായ അനുഭവമാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതെ, കാലഘട്ടങ്ങൾക്ക് മുന്നേ കേട്ട അവന്റെ കൂടെ, അവൻ ആ സ്വപ്നത്തിന്റെ കൂടെ ഞാൻ ഇന്ന് സംസാരിക്കുന്നു, ഞാൻ ഇന്ന് പാർക്കുന്നു. അതെ, അവൻ സ്പിരിച്വൽ വേൾഡിലായിരുന്നവൻ വചനം ജഡമായി അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവനോട് മുഖാമുഖം സംസാരിക്കുകയാണ്, ഫേസ് ടു ഫേസ്. അവൻ അന്ത്രയോസും യോഹന്നാനും സംസാരിക്കുകയാണ്. ഇത് ഓടിച്ചെന്ന് ഇവൻ അവന്റെ സഹോദരനോട് പറഞ്ഞു. ആമേൻ. അവൻ ഓടിച്ചെന്ന് അവന്റെ സഹോദരനോട് പറഞ്ഞു, അല്ലയോ ശിമോനെ, കാലഘട്ടങ്ങൾക്ക് മുമ്പേ എന്റെ ചെറിയ പ്രായം മുതൽ, നമ്മുടെ ചെറിയ പ്രായം മുതൽ പറഞ്ഞു കേൾക്കുന്ന മശിഹായെ, ആമേൻ, പറഞ്ഞു കേൾക്കുന്ന ക്രിസ്തുവിനെ, പറഞ്ഞു കേൾക്കുന്ന കർത്താവിനെ ഞാനെന്ന് എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ആമേൻ. ഞാനെന്ന് എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ അനുഭവിച്ചെങ്കിൽ മറ്റുള്ളവരോട് പറയുന്നവരാകണം. നിങ്ങളുടെ ലൈഫിനകത്ത് യേശുവിനെ നിങ്ങൾ അനുഭവിച്ചെങ്കിൽ, നിങ്ങളുടെ ലൈഫിനകത്ത് യേശുവിനെ നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ അറിഞ്ഞ യേശുവിനെ പറ്റി നിങ്ങൾ ഷെയർ ചെയ്യുന്നവരാകണം. ഒരുവൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയായി തീരും. ഒരുവനെ ക്രിസ്തുവിലാക്കുവാനാണ് നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? യേശുവിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരിക. എന്തിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്? യേശുവിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരിക. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയിലേക്ക് നമ്മൾ നോക്കണം. അന്ത്രയോസ് ചെയ്ത പോലെ ഇന്ന് അന്ത്രയോസിന്റെ അഭിഷേകം, അന്ത്രയോസിന്റെ ഒരു നിയോഗം നമ്മുടെ മേലുണ്ടാകട്ടെ. നമ്മൾ കണ്ടത് പറയാൻ, നമ്മൾ അനുഭവിച്ചത് പറയാൻ, എന്റെ ലൈഫിനകത്ത് യേശുവിലൂടെ ഉണ്ടായ നന്മകളെ പറ്റി പറയാൻ നമ്മുടെ ഹൃദയങ്ങൾ, നാവുകൾ ഈ ദിവസങ്ങൾ ഓപ്പൺ ആകട്ടെ. നാവുകളെ ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ശരീരങ്ങളെ വിട്ടുകൊടുക്കുക. ദൈവനാമത്തിന് വേണ്ടി നിങ്ങളെ ഓപ്പൺ ചെയ്യുക. നിങ്ങളെ വിട്ടുകൊടുക്കുക. നിങ്ങൾ കൊടുക്കുന്നവരാകുക. ഓ ഷാബാബാബ. എങ്ങനെ കൊടുക്കണം? നിങ്ങളെ തന്നെ കൊടുക്കുന്നവരാകുക. കർത്താവിന് വേണ്ടി നിങ്ങളെ തന്നെ കൊടുക്കുന്നവരാകുക. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? ദൈവത്തിന്റെ സ്വഭാവം എല്ലാം തരുന്നതാണ്. ഹലോ. ആമേൻ. ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? അവൻ തരുന്നവനാണ്. അവൻ ഗിവറാണ്. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. തന്റെ ജനത്തിന് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി തന്റെ ഏകജനായ പുത്രനെ അവൻ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു. ആമേൻ. തന്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകിക്കൊണ്ട് അവന്റെ സ്വഭാവത്തെ പിതാവാം ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ അവൻ നമ്മളിൽ ഉള്ളത് പകർന്നു കൊടുക്കാൻ ആരൊക്കെ ഇത് സ്വീകരിക്കുകയാണ്? യേശുവിനെ പകർന്നു കൊടുക്കാൻ. പത്രോസ് പറഞ്ഞതുപോലെ, വെള്ളിയില്ല, പൊന്നില്ല, എന്റെ ഉള്ളിലുള്ള ദൈവശക്തിയെ, എന്നിലുള്ള ദൈവത്തെ, എന്നിലുള്ള ക്രിസ്തുവിനെ ഞാൻ കൈമാറുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ നിങ്ങളിലുള്ളതിനെ പകരുന്ന ഒരു പകർച്ചകൾ അന്ത്രയോസ് പകർന്നതുപോലെ ആമേൻ, നിങ്ങൾ പകർന്നത് മൂലം അടുത്ത കാലഘട്ടത്തില് നിങ്ങൾ പകരുന്ന വ്യക്തികൾ ചിലപ്പോൾ അസാധാരണമായി ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നവരാകും. അതെ, പത്രോസ് പറഞ്ഞു. പത്രോസിനെയാണ് ദൈവം കണ്ടത്. എന്താ? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ പത്രോസേ നിന്റെ കയ്യിലാണ്. ആമേൻ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. ആമേൻ. നിങ്ങൾ പറയുന്ന ഒരു വ്യക്തി നാളെ ദൈവരാജ്യം അതിശക്തന്മാരാകട്ടെ, അതിശക്തന്മാരാകട്ടെ. ആമേൻ. ആയിരങ്ങളെ കർത്താവിലേക്ക് അടുപ്പിക്കുന്നവരാകട്ടെ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെ, ഫിലിപ്പോസ് പറഞ്ഞു. ആമേൻ. മോശയും പ്രവാചകന്മാരും ആമേൻ വചനത്തിൽ, ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നവരെ ഞാൻ കണ്ടു എന്ന് ഫിലിപ്പോസ് നഥനയേലിനോട് പോയി പറഞ്ഞു. ആമേൻ. നഥനയേലിനോട് ഫിലിപ്പോസ് പറഞ്ഞു, ആമേൻ, ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. യേശുവിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ആമേൻ. പക്ഷെ നഥനയേൽ ഒരു സംശയം, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നസ്രയത്തിൽ നിന്ന് ഒരു വല്ല നന്മയും വരുമോ?
ഒരു ചെറിയ ഗ്രാമമായ നസ്രയത്ത്, ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന നസ്രയത്തിനകത്തു നിന്നും വല്ല നന്മയും വരാൻ സാധ്യതയുണ്ടോ? ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അതാ, ഹല്ലേലൂയ, ആമേൻ. ഫിലിപ്പോസ് പറഞ്ഞു, നീ വാ, വന്ന് എക്സ്പീരിയൻസ് ചെയ്, വന്ന് കാണ്, വന്ന് നോക്ക്. ആമേൻ, ഹല്ലേലൂയ. ഫിലിപ്പോസ് അവനോട് വന്ന് കാണാം, വന്ന് നിന്റെ കണ്ണുകൊണ്ടൊന്ന് കാണ്, നീ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യ. ആമേൻ, ഹല്ലേലൂയ. ഇത് ദൂത് ഞാൻ പറയുമ്പോ ആമേൻ, നിങ്ങൾ പറയുന്ന ചില വ്യക്തികൾ, നിങ്ങൾ സംസാരിക്കുന്ന ചില വ്യക്തികൾ, ആമേൻ, നിങ്ങൾ സംസാരിക്കുന്ന ചില വ്യക്തികൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളെ അംഗീകരിക്കാത്തവർ, മുൻവിധിയോടെ കാണുന്നവർ, ആമേൻ, അതിനെ സ്വീകരിക്കാത്തവർ, ആമേൻ, ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്, ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുകയാണ്, അതിനെ സ്വീകരിക്കാത്തവരുടെ അഭിപ്രായത്തെ ദൈവം മാറ്റാൻ പോകുകയാണ്. യെസ്, യെസ്, ആമേൻ. അവൻ നിങ്ങളുടെ കുടുംബത്തിലാകാം, നിങ്ങളുടെ ജോലി സ്ഥാപനങ്ങളിലാകാം, നിങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥരിലാകാം, അവൻ നിങ്ങളുടെ ക്ലയന്റിലാകാം. എവിടെയൊക്കെയോ നിങ്ങൾ പറഞ്ഞത് അംഗീകരിക്കാത്തത്, എവിടെയൊക്കെയോ നിങ്ങൾ പറഞ്ഞത് സ്വീകരിക്കാത്തതിനെ അവൻ യേശുവിന്റെ മുമ്പിലോട്ട് നിങ്ങൾ ഇട്ടുകൊടുക്കാമെങ്കിൽ, യേശുവിനെ ഒന്ന് നിങ്ങൾ നിർത്തിക്കൊടുക്കാമെങ്കിൽ, ഇതാ യേശുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ, ഇത് കർത്താവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ അവന്റെ അഭിപ്രായം മാറും, അവന്റെ ചിന്താഗതികൾ മാറും, അവന്റെ മുൻവിധികൾ മാറും, അവന്റെ ധാരണകൾ മാറും, അവന്റെ സങ്കല്പങ്ങൾ മാറും. ഇന്ന് എത്ര പേര് സ്വീകരിക്കുന്നു? ആമേൻ. നിങ്ങളുടെ മുമ്പിൽ ചില വ്യക്തികൾ അങ്ങനെ നിൽപ്പുണ്ട്, നിങ്ങളെ അംഗീകരിക്കാത്ത, നിങ്ങളുടെ വാക്കിന് വില തരാത്ത, അവൻ നിങ്ങൾ പറഞ്ഞത് അങ്ങോട്ട് അംഗീകരിക്കാത്ത, അതങ്ങോട്ട് സ്വീകരിക്കാത്ത, ആമേൻ, ആമേൻ, നിങ്ങളുടെ ഭവനത്തിനകത്ത്, ആമേൻ, ആമേൻ, നിങ്ങളുടെ ചില തലമുറകൾ, ആമേൻ, ഇന്ന് പകൽ യേശുവിലേക്ക് നിങ്ങൾ കൊടുക്കാമെങ്കിൽ, ചില വ്യക്തികൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങളിൽ, ചില തലമുറകളിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു, അങ്ങനെ തന്നെ ഈ വചനം ആക്കാകുന്നു, അങ്ങനെ തന്നെ ഈ വചനം ഇറങ്ങി വരുന്നു, അങ്ങനെ തന്നെ ഈ വചനം ഇറങ്ങി വരികയാണ്. യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങൾ ഇപ്പോൾ റിലീസ് ആകട്ടെ, ചില കുടുംബങ്ങൾ ഇപ്പോൾ ഫ്രീ ആകട്ടെ, ചില കുടുംബങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമേൻ, ആമേൻ. അതെ, നദനയുടെ അഭിപ്രായം മാറി. ആമേൻ, അതേ പറഞ്ഞു യേശുവിന് മുമ്പ് ചെന്നപ്പോ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പറഞ്ഞു നദനേൽ അവനോട്, കർത്താവേ, എവിടെ വെച്ച് നീ എന്നെ അറിയും എന്ന് ചോദിച്ചതിന്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ, ഫിലിപ്പോസ് നിന്നെ ക്ഷണിക്കും മുമ്പേ, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ, ഒന്നുകൂടെ പറഞ്ഞാൽ, അമ്മയുടെ ഉദരത്തിലുരുവാകുന്നതിന് മുന്നേ നിന്നെ എനിക്കറിയാം. ഒന്നുകൂടെ പറഞ്ഞാൽ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ നിന്നെ എനിക്കറിയാം. നഥനേലേ, ആമേൻ. നഥന അവനോട്, റബി, നീ ദൈവപുത്രൻ. നേരത്തെ പറഞ്ഞു ഈ നസറത്തിന് വല്ല നന്മയും വരുമോ എന്ന് അഭിപ്രായം പറഞ്ഞവൻ തിരിച്ചു പറയുകയാണ്, നീ ദൈവപുത്രനാണ്. തിരിച്ചു പറയും. എക്സ്പെക്ടേഷനുകൾ മാറട്ടെ, അവൻ മുൻവിധികൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില മുൻവിധികൾ പൊളിയട്ടെ, ചില വ്യക്തികളുടെ മുൻവിധികൾ പൊളിയട്ടെ. ആമേൻ. അത് അങ്ങനത്തെ ഒരു സീസണും വിടുതലും ചില വ്യക്തികളുടെ മേൽ സംഭവിക്കുകയാണ്. ആമേൻ. മുൻവിധികളെ പൊളിക്കുന്ന, നിങ്ങളുടെ മുമ്പിൽ മുൻവിധികൾ പൊളിയാൻ പോവുകയാണ്, നിങ്ങളുടെ മുൻധാരണ പൊളിയാൻ പോവുകയാണ്. ആമേൻ. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുക, നിങ്ങളെ ചിലരെ അനുഭവിക്കുക. ആമേൻ. യേശുവിൻ നാമത്തിൽ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് പറഞ്ഞ മറുപടി, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ നീ ഇതിനേക്കാൾ വലുത് കാണും. നീ വിശ്വസിക്കുന്നെങ്കിൽ, ഒന്നുകൂടെ ഞാൻ പറയാം, ഇതിനകത്തിരിക്കുന്ന ദൈവജനമേ, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇതിലും വലിയത് നിങ്ങൾ കാണുന്ന ഒരു സീസൺ, വൻകാര്യങ്ങളെ കാണുന്നത്, ഉയരത്തിലുള്ളതിനെ കാണുന്ന ഒരു സീസൺ അത് വെളിപ്പെടുകയാണ്. ആമേൻ. എന്താ കർത്താവ് പറഞ്ഞത്? ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും. നിങ്ങളത് കാണും. somebody
നിങ്ങൾ ഇത് കാണുന്ന സീസണാണ്. ആമേൻ. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്, സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നത്, ആകാശത്തിന്റെ കിളിവാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നത്, അവൻ കാത്തിരുന്ന വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ തുറന്നിരിക്കുന്നത്, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ വാഗ്ദത്തങ്ങളെ കണ്ണുകൊണ്ട് കാണാൻ അത് നിങ്ങളുടെ മുമ്പിൽ കയറി വരികയാണ്. യേശുവിന്റെ നാമത്തിൽ അത് വിശ്വസിക്കുമേ സംഭവിക്കുന്നു. ഈ വചനം അങ്ങനെ തന്നെ സംഭവിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസ്ഥലേക്ക് കടന്നു വരികയാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് കേട്ട ദൈവവചനം ആമേൻ ഞങ്ങൾ ഉയരത്തിലുള്ളതിനെ പ്രതീക്ഷിക്കുകയാണ്. ഏഞ്ചലിക് എൻകൗണ്ടറുകൾ നീ അയക്കുന്നതിനായി സ്തോത്രം. ഇതിനകത്ത് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും ഹല്ലേലൂയ. ആമേൻ. ഇതിനകത്ത് ആമേൻ കേട്ട് വിശ്വസിച്ച ഓരോ വ്യക്തികളുടെ മേലും ദൈവത്തിന്റെ ശക്തമായ എൻകൗണ്ടറുകൾ സംഭവിക്കട്ടെ. ആമേൻ. ചിലതിനെ ഇവർ കാണട്ടെ, കണ്ണുകൊണ്ട് മുഖാമുഖം കാണട്ടെ. ആമേൻ. യാക്കോബ് ദൂതനോട് മല്ല് പിടിച്ചതുപോലെ ചിലനെ മല്ല് പിടിച്ച് വാങ്ങിച്ചെടുക്കുന്ന സീസൺ ഇവരുടെ ആരംഭിക്കട്ടെ. അവൻ ദൈവത്തെ മുഖാമുഖമായി കാണുന്ന ഏഞ്ചലിക് എൻകൗണ്ടറുകൾ അവൻ ചില മുൻധാരണകൾ പൊളിയട്ടെ. പൗലോസിനെ തിരിച്ചതുപോലെ അവൻ ഒരു പ്രകാശം അവനെ തിരിച്ചതുപോലെ അവൻ യേശുവിന്റെ നാമത്തിൽ ചില വ്യക്തികളെ തിരിക്കുന്ന പ്രകാശങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇവരുടെ പ്രാർത്ഥന മുറിക്കകത്ത് ഏഞ്ചലിക് എൻകൗണ്ടറുകൾ, ദൈവികമായ എൻകൗണ്ടറുകൾ, യേശുവിനെ അവൻ കാണുന്നത് പോലെ, യേശുവുമായി സംസാരിക്കുന്നത് പോലെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. സ്പിരിച്വൽ വേൾഡിനകത്തുള്ളത് ഫിസിക്കലി ഇറങ്ങി വന്നെങ്കിൽ ഒരു വാക്കുകൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ആമേൻ. ഫിസിക്കൽ വേൾഡിനകത്തുള്ളത് ആത്മവിവശതയിലാകുമ്പോ സ്വർഗത്തെ വിസിറ്റ് ചെയ്യുന്ന ആമേൻ. ഇത് എത്ര പേര് സ്വീകരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ആമേൻ. യോഹന്നാൻ പരിശുദ്ധാത്മാവെന്ന വാഹനമേറി സ്വർഗത്തെ വിസിറ്റ് ചെയ്തതുപോലെ, ഫിലിപ്പോസ് ആത്മാവിൽ ആമേൻ സഞ്ചരിച്ചതുപോലെ, ആത്മരളങ്ങളിലേക്ക് ആമേൻ എടുക്കപ്പെടുന്ന നിങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അവൻ പരിശുദ്ധാത്മാവിൽ അവൻ ആത്മരളങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു സീസൺ ഓപ്പൺ ആകട്ടെ. ആഗ്രഹിക്കട്ടെ. അവൻ യോഹന്നാൻ കയറിപ്പോയതുപോലെ ഇവിടെ കയറി വരിക എന്ന ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ കർത്താവേ ഞാനിതാ വരുന്നു എന്ന് സമർപ്പിച്ചുകൊണ്ട് സ്വർഗത്തെ വിസിറ്റ് ചെയ്യുന്ന ദൂതന്മാരെ കാണുന്ന ആമേൻ സ്വർഗീയ മണ്ഡലങ്ങളെ കാണുന്ന പുതിയ ആത്മരളങ്ങൾ ഓപ്പൺ ആകട്ടെ. യേശുവിൻ നാമത്തിൽ ആ സ്പിരിച്വൽ രഥത്തിൽ ഇങ്ങോട്ട് വന്നെങ്കിൽ ഇത് തിരിച്ചങ്ങോട്ടും കയറിപ്പോകുന്ന യേശുവിന്റെ നാമത്തിൽ ആത്മരളങ്ങളിലേക്ക് കയറിപ്പോകുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ മുറികൾ ആത്മരളങ്ങളുടെ അനുഭവങ്ങളാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ മുറികൾ ആത്മരളങ്ങളുടെ അനുഭവമാകട്ടെ. ഓ കർത്താവ്, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. പുതിയ അനുഭവങ്ങളെ, പുതിയ എക്സ്പീരിയൻസുകളെ, ഉയരത്തിലുള്ളതിനെ പ്രാപിക്കുന്ന, ഉയരത്തിലുള്ള ശക്തിയെ പ്രാപിക്കുന്ന ഈ ദിവസങ്ങൾ അസാധാരണമായ സീസണുകളിൽ വെളിപ്പെടട്ടെ. ഡിവൈൻ കണക്ഷനുകൾ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ വാഗ്ദത്തങ്ങളെ കണ്ണുകൊണ്ട് കാണട്ടെ. കർത്താവേ, ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇതിനെ നടത്തുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ, ഇതിനെ നയിക്കുന്ന ഓരോ ദൈവദാസന്മാരെയും, ആമേൻ, അഭിഷിക്തന്മാരെയും, ഓരോ വ്യക്തികളെ, ഇതിന് ചുക്കാൻ പിടിക്കുന്ന ഓരോ വ്യക്തികളെ കർത്താവിന്റെ കരുത്തിലേക്ക് തരുന്നു. അവർ എന്താഗ്രഹത്തോടെ ചെയ്യുന്നു, അവർക്ക് വേണ്ടി ദൈവം കൊടുത്ത സ്വപ്നമാണത്. ആമേൻ. ആ സ്വപ്നത്തിനകത്ത് ജോസഫിന്റെ സ്വപ്നം പോലെ ദൈവയുടെ സ്വപ്നങ്ങളെ മാനിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവത്തിനെ വളർത്താൻ പോകുന്നതിനായി സ്തോത്രം. വലിയൊരു കൊയ്ത്ത്, വലിയൊരു ഉണർവ് ഇതിനകത്തൂടെ ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം. ഇതിനകത്ത് കടന്നു വരുന്ന ദൈവജനം ശക്തിയേറിയ വിടുതലുകൾ, ശക്തിയേറിയ ആത്മീയ എക്സ്പീരിയൻസുകൾ അവർ കാണട്ടെ, അവർ അനുഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ. താങ്ക് യു ഈ അവസരം ഒരുക്കി തന്ന ആമേൻ എല്ലാ ദൈവമക്കളോടും, ആമേൻ, പ്രത്യേകം എന്നെ വീക്ഷിച്ച എല്ലാ ദൈവമക്കളോടും ആമേൻ നന്ദി അറിയിക്കുന്നു. ഇതിന്റെ ചുക്കാൻ പിടിക്കുന്ന എല്ലാ അഭിഷേകന്മാരോടും, ദൈവദാസന്മാരോടും എല്ലാവരോടും നന്ദി, സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു.
God bless you. Thank you. Thank you. അമീൻ. സ്തോത്രം. കർത്തദാസൻ പാസ്റ്റർ റിജോ സാമുവലിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി ദൈവമക്കൾക്ക് എല്ലാം കാര്യങ്ങളും ദൈവത്തെ സ്തുതിക്കാം. കർത്തദാസന്റെ മഹത്തരമായ അനുഭവങ്ങൾ, ശ്രേഷ്ഠമേറിയ അനുഭവങ്ങൾ, സത്യം ആക്കി കഴിഞ്ഞപ്പോൾ ഈ ലോക ബന്ധങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലാക്കി ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം. കാരണം ഈ ലോക ബന്ധങ്ങളെല്ലാം കല്ലറയിലെ 2 തുള്ളി കണ്ണുനീര് കൊണ്ട് അവസാനിക്കും. ക്രിസ്തുവിന്റെ സ്നേഹം നീ പിടിക്കപ്പെട്ടാൽ അത് 1000 നാവുകളാൽ മതിയാവാത്ത സ്നേഹമാണ്. നിത്യതയോളം നിലനിൽക്കുന്ന സ്നേഹം തന്നെയാണ്. കുറുവാക്ക് നമുക്കറിയാമല്ലോ, യോഹന്നാൻ സ്നാപകൻ നേരിട്ട് കണ്ട സാക്ഷ്യം. ഐ വിറ്റ്നസിന് വ്യത്യാസമാണ്. നേരിട്ട് കണ്ടതാണ്. പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനത്തോടെ പ്രവാചകന്മാർ പറഞ്ഞിരുന്നു മശിഹ എവിടെ ജനിക്കും, എങ്ങനെ ജനിക്കണമെന്ന്. ഒരു രാജാവ് നീതിയോടെ വരുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ ആ രാജാവ് രാജകൊട്ടാരത്തിൽ ജനിക്കുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ രീതികൾ കണ്ടപ്പോൾ അവർക്ക് ആ മശിഹായെ മനസ്സിലായില്ല. സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അതുകൊണ്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെയാണ് സഹോദര സഹോദരി ഞാൻ നീയും ഈ കൃപയിലായിത്തീർന്നെന്ന് ഓർക്കണം. അതുകൊണ്ടാണ് യോഹന്നാൻ നേരിട്ട് കണ്ട സാക്ഷ്യം പറഞ്ഞത്. ഇത് തന്നെയാണ് പത്രോസ് 2 പത്രോസ് 1:16 പറയുന്നു, ഇത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണെന്ന്. അങ്ങനെ കണ്ട് സാക്ഷികളായിട്ടുള്ള ആ ശിഷ്യന്മാരുടെ ധന്യമായ ജീവിതം അവരാണ് ലോകം ഇളക്കി മറിച്ചെന്നുണ്ട്. മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രന്മാർക്കും പരീക്ഷന്മാർക്കും യേശുവിനെ മനസ്സിലായില്ല. പക്ഷേ നേരിട്ട് കണ്ട സാക്ഷികൾ ഇന്ന് ആ നിലയിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട് സുവിശേഷം വ്യാപിപ്പിക്കുവാൻ ലോകമെമ്പാടും അവർ സഞ്ചരിച്ചു. അങ്ങനെ നമുക്ക് ദൈവമക്കളായി തീരുവാൻ ദൈവം ഭാഗ്യം തന്നതോർ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ റിജോ സാമുവൽ അനുഗ്രഹിതമായ സന്ദേശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിനുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ ഹൃദയാംഗമായ നന്ദി ഹൃദയത്തിന്റെ ഭാഷയെ ഞങ്ങൾ അറിയിക്കുന്നു. വിശേഷിച്ച് ഡോർ ടു ക്രൈസ്റ്റ് ചർച്ച് എന്നുള്ള മിനിസ്ട്രിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസവും ദൈവം നടത്തട്ടെ. നമ്മൾ എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോഴേ കൂടി വന്ന് എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷിച്ച് പാസ്റ്റർ ജോയിച്ചെങ്കിൽ ഞങ്ങൾക്ക് വളരെ സ്നേഹിക്കുന്ന കർത്തദാസനാണ്. അദ്ദേഹം നമ്മുടെ നടുവിലൂടെ മിനിസ്ട്രിക്ക് വളരെ അനുഗ്രഹകരമാണ്. അദ്ദേഹം തുടർന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയുടെ ദിവസത്തിലായിരിക്കാം. കണ്ണുകൾ ദൈവസന്നിധിയിലടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി തലകൾ വടക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രന് ഞങ്ങളുടെ രക്ഷകരമാകുന്ന യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരിക്കൽ കൂടെ തിരുസന്നിധിയിലായിരിക്കാൻ, അവിടുത്തെ ഇമ്പമാർന്ന ശബ്ദം കേൾക്കുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്തു തന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. വളരെ ആഴമേറിയ ദൈവിക സന്ദേശം കർത്താവിൻ്റെ ദാസനിലൂടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ നേരിട്ട് കണ്ണുകൊണ്ട് ചിലത് കണ്ടതുപോലെ ഈ രാവിലെ ഈ രാത്രിയിലും ഞങ്ങൾക്ക് ചിലത് കാണുവാൻ സ്വർഗം ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നവരായി മാറട്ടെ. ചിലത് ഞങ്ങൾ കാണുന്ന നിമിഷങ്ങളായി മാറട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിൽ ഞങ്ങൾ 22-ാം അധ്യായത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട്, അബ്രഹാം ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അതേ കർത്താവേ, ചിലത് ഞങ്ങൾ കാണത്തില്ലെന്ന് പിശാച് വാദിക്കുമ്പോൾ ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ ഞങ്ങൾ കർത്താവെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലകളിൽ പിതാവ് അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സക്കറിയാവിന്റെ അരികിലേക്ക് ദൂതൻ ഇറങ്ങിയേച്ച് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറഞ്ഞതുപോലെ ഈ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ദൂതന്മാർ ചില മറുപടികളുമായി ഞങ്ങളുടെ ഭവനങ്ങൾക്കകത്ത്, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഇടപെടുന്ന ദൈവകൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ ചിലത് കണ്ടതുപോലെ ഞങ്ങൾക്കും ദൈവമേ ആ പ്രതീക്ഷയും പ്രത്യാശയും ദൈവം നൽകിയിരിക്കുന്നതിനായി സ്തോത്രം. ഒരു നാൾ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ മുഖാമുഖം കാണുമെന്ന് തികഞ്ഞ പ്രത്യാശയോടെ കർത്താവേ ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ലഭിപ്പാനിരിക്കുന്ന ദൈവ തേജസ് ഓർത്താൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വന്നങ്ങയുടെ നാഥനെ മുഖാമുഖം കണ്ട് മഹത്വപ്പെടുത്തുവാൻ പിന്നെയും ഞങ്ങൾ ഇവിടുന്ന് പ്രാപ്തരാക്കണമേ. വിശേഷാലി മിനിസ്ട്രി ദൈവം അനുഗ്രഹിക്കണമേ. ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് മാനിക്കണമേ. ഇന്ന് പകൽ ഐശ്വര്യമായി ദൈവജനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസൻ റിജോയ്ക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനെ ഇവിടുന്ന് സഹായിക്കണമേ, ശക്തീകരിക്കണമേ, അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 1000-ക്ക് 10,000-ക്ക് ദൈവം പ്രയോജനം എടുത്തു മാറണമേ. വിശേഷാൽ കർത്താവേ
എഡിസൺ ക്രിസ്ത്യൻ മിനിസ്ട്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ പിന്നിൽ കർത്താവ് അധ്വാനിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. ഇന്ന് രാത്രിയിലും ഈ മീറ്റിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അവിടുത്തെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിച്ച കൃപകൾക്കായി സ്തോത്രം. എല്ലാ മഹത്വവും അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം, കൂട്ടായ്മ, കാവൽ നാം ഏവരോടും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഈ മിനിസ്ട്രിയോടും സന്നിഹിതരായ ദൈവമക്കളോടും ഐശ്വര്യമായി ദൈവത്തിനെ ശുശ്രൂഷിച്ച കർത്തൃദാസനോടും ഭൂമിയിലെമ്പാടും ചിതറിപ്പാർക്കുന്ന വിശുദ്ധ ഗണത്തോടും ഇന്ന് മുതൽ നയിക്കും കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇത്രത്തോളം ജയം നൽകിയ ദൈവത്തിന് നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് യു. താങ്ക് യു പാസ്റ്ററെ, താങ്ക് യു ജോയ് പാസ്റ്ററെ. ദൈവം അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. അടുത്ത ആഴ്ചയിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. കടന്നു വരിക. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഖങ്ങളെല്ലാം കാണാൻ ദൈവം സഹായിക്കുന്നതിനാൽ സ്തോത്രം. തമ്മിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. പലരും പലവിധമായ പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരുടെ വേർപാട്, ഇതൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.